കുറേ നാളുകൾക്ക് ശേഷമാണ്, മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു വയലാണ്. വയലിൻ്റെ രീതികൾ തന്നെ മറന്നുപോയ ഇല്ല ലത്തീവേ, വയൽ തന്നെ ഞാൻ കുറേ നാളായി വയൽ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. എങ്കിലും സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ എപ്പോഴും ഫാത്തിഹ ഓതി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ വരണം, ആ മഖാമൊന്ന് സിയാറത്ത് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ആയപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഖാമിൽ കിടക്കുന്ന മഹാൻ, എനിക്ക് പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പറയണില്ല. അള്ളാഹു വലിയിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും കുറച്ച് നേരം ഇരിക്കുകയല്ലേ, കുറച്ച് നേരം ഇരിക്കുകയല്ലേ. നിങ്ങളെന്തോ ഞാൻ നേരത്തെ വോട്ട് ചെയ്തിട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ദേഷ്യം. നിങ്ങൾക്കിനിയും സമയമുണ്ടല്ലോ. എവിടെ നോക്കിയാലും വലിയ മത്സരങ്ങളുടെ ചൂടില. എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞു ഉസ്താദെ ജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്. ഇപ്പം ആര് ജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാനാണ്? എല്ലാവരും ജയിക്കത്തൊന്നുമില്ലല്ലോ. ആരെങ്കിലും ഒരാൾ ജയിക്കും, ബാക്കിയുള്ളവരൊക്കെ പരാജയപ്പെടും. പക്ഷെ നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞ് നടന്നിട്ട് നമ്മൾ തോറ്റു പോകരുത്. അള്ളാഹു നമ്മുടെ അവസാനം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പണ്ടൊക്കെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടിനെയും മാണിക്കോത്തിനെയും കാസർഗോഡ് ജില്ലയെ വരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഒരു കൊലപാതകം എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ ആരെങ്കിലും ഒരു കൊലപാതകം ഒരു കൊല നടന്നു കഴിഞ്ഞാൽ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജുകൾ വലിയ ഒരു വാർത്തയായി കൊടുക്കുമായിരുന്നു കൊലപാതകം. എല്ലാവരും വലിയ അത്ഭുതത്തിൽ പറയും ഒരു കൊല നടന്നു എന്ന്. എന്നാൽ ഇന്നത്തെ പത്രമാധ്യമം, ഇന്നത്തെ നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ കൊലപാതകം എന്ന് പറയുന്നത് സാധാരണ ഒരു വാർത്തയായി മാറി. എല്ലാ ദിവസവും ബറക്കത്തിന് ഫ്രണ്ട് പേജിൽ വന്നിരുന്ന ആ വാർത്തകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഉള്ളിലെവിടെയെങ്കിലും ചരമ പേജ് പോലെ ഒരു ചെറിയ വാർത്തയായി ഇന്നത്തെ കൊലപാതകങ്ങൾ മാറിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് വെച്ചാൽ വാപ്പ മക്കളെ കൊല്ലുന്നു, മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു, കൂടപ്പിറപ്പുകൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാകുന്നു, ഒരുമിച്ചിരുന്ന് കൂട്ടുകാരെ പോലെ നടന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവുന്നു. എന്തിനു? സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു. കൊലപാതകം അത്രത്തോളം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ ചിലർക്ക് പത്രം വായിക്കുന്നത് ഒരു സമാധാനമാണ്. ചുമ്മാ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ, വാർത്തകൾ അറിയുമ്പോൾ. ഇന്ന് പത്രമാധ്യമം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ, കൊലപാതകങ്ങൾ. അതുപോലെ തന്നെ കള്ളും കഞ്ചാവും MDMഉം. ഏത് ദിവസത്തെ പത്രമെടുത്ത് നോക്കുമ്പോഴും പടച്ചവനെ, ഈ ഉമ്മത്തിലെ ഒരാളെങ്കിലും, സത്യം പറഞ്ഞാൽ ഈ വാർത്ത വായിക്കുമ്പോൾ ചിന്തിക്കും, പടച്ചവനെ നമ്മുടെ കോമിൽ ആരെങ്കിലും ഉണ്ട്, വർക്കത്തിന് കാണും ഇങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ പത്രമാധ്യമ മുസ്ലിമീങ്ങൾ അവസാനം അതിങ്ങനെ കടന്ന് MDMഉമായി പിടിക്കപ്പെടുന്ന തങ്ങന്മാരുടെ വാർത്തകൾ വരെ പത്രങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് നോക്കിയാൽ എങ്ങോട്ടാണ് പടച്ചവനെ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത്? ഖുർആൻ 1500 കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ നാൽക്കാലികളെക്കാരും അധപ്പതിച്ചു പോകും. ഇപ്പം അത് മനസ്സിലാകുന്നുണ്ട്. സ്വന്തം മാതാവിനെ മകൻ തന്നെ തല്ലിക്കൊല്ലുകയാണ്, കൂടപ്പിറപ്പുകളെ തല്ലുന്നു. ഇതെന്തെങ്കിലും ആവശ്യമുള്ള വിഷയത്തിനല്ല, നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം മാതാവിനെ കത്തികൊണ്ട് കുത്തിക്കീറിയിട്ടും അതൊരു പേടിയില്ലാതെ പറയുന്ന യുവത്വത്തിൻ്റെ കാലം. ഞങ്ങളുടെ നാട്ടിലാണ്, വെഞ്ഞാറുമൂടാണ്, ഒരുത്തൻ നടന്നിട്ട് 4-5 ഇങ്ങനെ കൊന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു കൊല്ലുക. സ്വന്തം കൂടപ്പിറപ്പിന് മന്തി മേടിച്ചു കൊടുത്തിട്ടാ കൊന്നുകളഞ്ഞ്. കൊലപാതകം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മനുഷ്യന് കള്ളിലും കഞ്ചാവിലും അല്ലെങ്കിൽ അവന്റെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലൊക്കെ ചെയ്യാം. പക്ഷെ ആ മനുഷ്യനെ ചിന്തിച്ചു നോക്കിക്കുക, ആ ചെറുപ്പക്കാരൻ രാവിലെ ഒന്നിനെ കൊല്ലുന്നു, കുളിച്ചു റെഡിയാകുന്നു, അടുത്തടുത്ത് പോയി ഒന്നിനെ കൊല്ലുന്നു, അത് കഴിഞ്ഞ് അടുത്തടുത്ത് പോകുന്നു. ഇങ്ങനെ ഓരോരുത്തരെയും തൻ്റെ കൂടപ്പിറപ്പിനെ ഉൾപ്പെടെ സർവരെയും കൊന്നതിന് ശേഷം തൻ്റെ കാമുകയെ വിളിച്ചിരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ഓളയും കൊല്ലുന്നു. എന്നിട്ട് കുളിച്ചൊരുങ്ങിയിട്ട് ഓട്ട പിടിച്ച് ചിരിക്കുന്ന മുഖത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന ഇന്നത്തെ യുവത്വത്തിൻ്റെ കാലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ
ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുകയാ. ഈ മക്കളൊക്കെ എന്താ പ്രശ്നം ഇങ്ങനെ? വല്ലാത്ത പേടി തോന്നുന്നു. അഴിച്ചുവിട്ട പട്ടം പോലെ ഇന്നത്തെ യുവതലമുറ ഇങ്ങനെ പറന്ന് നടക്കുകയാ. എടോ, നമുക്കൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇന്ന് മുസ്ലിം സമുദായത്തിനെ കാണുമ്പോൾ ജനങ്ങൾ മാറിപ്പോകുന്നൊരവസ്ഥ. ഒരു മുസ്ലിമിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് താമസിക്കാൻ ജനങ്ങൾ ഭയപ്പെടുന്നൊരവസ്ഥ. ഈ മുസ്ലിം ഉമ്മത്ത് ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ട് ഇവിടുത്തെ ഹൈന്ദവരാ, ക്രിസ്മത വിശ്വാസികളാ, അവർ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാക്കി തന്നു, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവരെ ഇന്ന് അവർ നമ്മളെ ശത്രുക്കളെ പോലെ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ കൂടുവാനും നടക്കുവാനും എല്ലാം ഭയപ്പെടുന്ന ഒരു കാലം. അതുമാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കിട്ടുന്നില്ല. അവനും പേടി. നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവനെയും മുദ്ര കുത്തപ്പെടും, അവനെയും ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം കാരണം ഒരു മുസ്ലിമിന്റെ ഒരു വിഷയം വരുമ്പോൾ മറ്റുള്ളവർ പോലും നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നതിന് വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ സ്ഥാനമുണ്ടായിരുന്ന ഈ മുസ്ലിം സമുദായം ഇന്ന് ഏറ്റവും കൂടുതൽ തരം താഴ്ന്ന രീതിയിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമുദായം പോകാനുള്ള കാരണമെന്താ? എന്തുകൊണ്ടാണ് ഒരാൾ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല? പടച്ചവനെ, എല്ലാവരും നമ്മളെ പേടിയാണ്, നമ്മളെ കാണുമ്പോൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. കൂടെ പോലും നടക്കരുത് എന്ന് മാതാപിതാക്കളെ മക്കളെ ഉപദേശിക്കുകയാ, അവന്റെ കൂടെ നടക്കരുത്. എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ഇങ്ങനെയും വലിയ ഒരു അധപ്പതനം വരാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഞാൻ രാഷ്ട്രീയം പറയാ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു സംഘടനക്കാരനല്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, അള്ളാഹിന്റെ വിശുദ്ധമായ ദീനാണ്. എന്തുകൊണ്ടാണ് ഈ സമുദായം പുറന്തള്ളപ്പെടുന്നത്? എവിടെ നോക്കിയാലും പടച്ചവനെ ഒറ്റപ്പെടുകയാണ്. ആർക്ക് വേണമെങ്കിലും ഏത് കവലയിൽ നിന്നിട്ട് മുസ്ലിമീങ്ങളെ കുറ്റം പറയാ, ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ. പടച്ചവനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ വരുന്നത്? 1500 കൊല്ലം മുമ്പ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിതങ്ങളോട് പറയുന്ന സ്വഹാബത്തെ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബ. ഏതുപോലെ എന്നറിയുമോ? പടച്ചവനെ, ഒരു ഭക്ഷണതാ ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം വെച്ചിരിക്കുകയാണ്, എന്നിട്ട് ചുറ്റുഭാഗം എല്ലാവരും കഴിക്കാനിരിക്കുകയാ. അവരുടെ കൈകൾ ഭക്ഷണപാത്രത്തിലേക്ക് വരുന്നതുപോലെ ശത്രുക്കൾ എന്റെ സമുദായത്തിന്റെ എതിരെ തിരിയുന്ന ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന ശത്രുക്കളെ മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ എതിര് ഒറ്റക്കെട്ടായി കടന്നു വരികയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. വല്ലാതെ ഒരു പതനത്തിന്റെ ഭാഗത്തുകൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് പഠിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണടോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണടോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുകയാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണെന്നറിയുമോ? അല്ലാഹുവേ, അതാ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ, 2 ദിവസം ലീവ് വന്നാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മള്. അങ്ങനെ പടച്ചവനെ മുഷാവറ നടത്തുകയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞു, വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. വാപ്പാ, ഇനി 2 ദിവസം ലീവാണ്, സ്കൂളില്ല, നമുക്കൊന്ന് കറങ്ങാൻ പോകണം. വലിയ
ചർച്ച നടക്കുകയാണ്. ഒരാൾ പറയുന്നു നമുക്ക് മൈസൂർ പോകാം, ഒരാൾ പറയുന്നു ബാംഗ്ലൂർ പോകാം, ഒരാൾ പറയുന്നു മൂന്നാർ പോകാം, ഒരാൾ പറയുന്നു ഊട്ടിയിൽ പോകാം. ഓരോ സ്ഥലം പറയുമ്പോഴും പറയുന്നു വാപ്പാ ഊട്ടിയിൽ പോയതാണ്, കൊടൈക്കനാലിൽ പോയതാണ്, ബാംഗ്ലൂർ പോയതാണ്, മൈസൂരിൽ പോയതാണ്. എന്നാ നമുക്ക് പോകാത്ത ഒരു സ്ഥലത്ത് പോകാം. ഒരു സ്ഥലത്ത് പോയാൽ രണ്ടാമതവിടെ പോകാൻ പലരും ആഗ്രഹിക്കാറില്ല. അവര് രണ്ടാമതൊരു പുതുമയുള്ള സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, ആ കഅബാലയത്തിലേക്ക് ഒരു മനുഷ്യന് പോകാൻ അവസരം കിട്ടിയാൽ ഒരു വട്ടമല്ല 100 പ്രാവശ്യം കണ്ട മനുഷ്യനാ അവൻ. 100 ഉംറ ചെയ്തവനാ, ഒരുപാട് പ്രാവശ്യം കഅബ കണ്ടവനാ. എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും കഅബാലയത്തിൽ പോകാ ഒരവസരം കിട്ടിയാ അവൻ പറയാറില്ല ഞാൻ അവിടെ പോയതാ, ഞാൻ കഅബാലയം പോയി കണ്ടതാ, അതുകൊണ്ട് എനിക്ക് പോകാൻ മനസ്സില്ല. ഒരാളും പറയില്ലടോ. എത്ര പ്രാവശ്യം കണ്ട കണ്ണുകളാണെങ്കിലും പറയാറില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് ഇങ്ങനെ സലാം പറയുകയാണ്. കയ്യും കാലും ഇങ്ങനെ കോരിത്തരിക്കുകയാണ്, കണ്ടടങ്ങൾ നിറയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കഅബാലയത്തെ കാണുന്നത് പോലെ ഒരു അനുഭൂതിയാണ്. കാണേണ്ട താമസമോടുകയാ കഅബയുടെ കില്ല പിടിക്കാൻ. ആ കഅബയുടെ കില്ല പിടിച്ചിട്ടൊന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ, മഖാം ഇബ്രാഹിം ഒന്ന് തൊടാൻ, ഹിജ്ർ ഇസ്മായിലിനകത്തൊന്ന് കേറാൻ, എത്ര പ്രയാസമാണെങ്കിലും ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, പടച്ചവനെ മതി വരുവോളം സംസം വെള്ളം കോരിക്കുടിക്കാൻ ഏതൊരു മനുഷ്യനും കൊതിക്കുകയാണ്. അങ്ങനെ അവസാന കഅബയുടെ മതാഫിൽ നിന്നുകൊണ്ട് വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമ്പോ 7ാമത്തെ തവാഫ് ഇങ്ങനെ പൂർത്തിയാകുമ്പോ അവന്റെ മനസ്സ് വല്ലാതെ പിടയുകയാ, അവന്റെ മനസ്സ് വല്ലാതെ പിടയുകയാ. അവസാനം പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കുകയാണ്. ആ കഅബയുടെ മുമ്പിൽ നിന്ന് മതാഫിൽ നിന്ന് മടങ്ങി പോകുമ്പോ ആ കഅബയിലേക്ക് പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? ജീവിതത്തിൽ 10 പ്രാവശ്യം പോയി കഅബ കണ്ടവനാ. അവസാനവും പിരിയുമ്പോഴും അല്ലാഹുവോട് പറയുന്നു, അല്ലാ ഇത് അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാ, ഇനിയും എനിക്കിവിടെ വരണം പടച്ചവന്, എനിക്കിനിയും കഅബയുടെ മുറ്റത്ത് വരണം പടച്ചവന്. എന്തൊരു സമാധാനമെന്നറിയുമോ? ആ കറുത്ത കില്ല കൊണ്ട് പണിതിരിക്കുന്ന കഅബാലയത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തൊരു ആനന്ദമാ, എന്തൊരു സമാധാനമാ, എന്തൊരു സന്തോഷമാ. പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു സമാധാനം ആ കഅബയുടെ കില്ലയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബയുടെ ഒന്ന് കാണാൻ, കഅബയൊന്ന് തൊടാൻ, ഒന്ന് ചുംബിക്കാൻ, അതിന്റെ പരിസരത്തൊന്നിരിക്കാൻ, അത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കാൻ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. ഇതുപോലെയാണ് മുസ്ലിം, ഇതുപോലെയാണ് മുഅ്മിന്. അവനെ കാണാൻ, അവന്റെ കൂടെ നടക്കാൻ, അവന്റെ കൂടെ സംസാരിക്കാൻ, അവന്റെ കൂടെ യാത്ര ചെയ്യാൻ, അവനുമായിട്ട് സമയം ചെലവഴിക്കാൻ മുസ്ലിമീങ്ങളെ കൊതിക്കണമടോ, മനുഷ്യന്മാര് കൊതിക്കണമടോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഒരാൾ പിന്നെ എനിക്കും മതിയായെന്ന് പറയാറില്ല. നബി തങ്ങളെ കണ്ടു മതിയായെന്നൊരാൾ ഖിയാമത്ത് നാൾ വരെ പറയൂല. റസൂലുള്ളാഹിനെ കാണുന്നവർക്ക് പിന്നെയും പിന്നെയും കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. നബി തങ്ങളോട് സംസാരിച്ചവർക്ക് പിന്നെയും സംസാരിക്കാൻ ആഗ്രഹമാണ്. നബി തങ്ങളുടെ കൂടെ ഇരുന്നവര്, നബി തങ്ങളുടെ കൂടെ നടന്നവര്, നബി തങ്ങളുടെ കൂടെ യാത്ര ചെയ്തവര്,
അല്ലാഹുവിന്റെ റസൂല് കഅബാലയത്തെ പോലെയാ. നബി തങ്ങളെ കണ്ടാ മതി വരില്ല സഹോദരാ, വല്ലാത്ത ആഗ്രഹമാണ്. അതാണ് മഹാനായ സബ്വാൻ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സബ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ മുത്തുനബി സങ്കടത്തോടെ ചോദിക്കുന്ന സൗബാൻ, എന്തൊരു കോലമാണ് സൗബാൻ, എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എല്ലാം തോലുമായിരിക്കുന്നല്ലോ, നിനക്ക് വല്ല മാരക രോഗവും ഉണ്ടോ സൗബാൻ, നിനക്ക് വല്ല രോഗവും പിടിച്ചോ, എന്തേ എല്ലാം തോലുമായിരിക്കുന്നത്? സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയോ? നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്കൊരു മാരക രോഗവുമില്ല നബിയേ, പിന്നെ എന്തേ സൗബാനെ എല്ലാം തോലുമായിരിക്കുന്നത്? ഇത്ര ടെൻഷൻ എന്തേ, ഇത്ര ടെൻഷൻ എന്ത്? യാ റസൂലല്ലാഹ്, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നു നബിയേ. അതിന്റെ കാരണം എന്താണെന്ന് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ലോകത്തിന്റെ നേതാവ് ചോദിച്ചപ്പോ അവിടുത്തെ മറുപടി യാ റസൂലല്ലാഹ്, അങ്ങാണ് നബിയേ, അങ്ങയെ കാണുമ്പോ, അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോ, അങ്ങയുടെ സംസാരം കാണുമ്പോ, അങ്ങയുടെ മുഖം കാണുമ്പോ ഈ പാവപ്പെട്ട സൗബാന് വല്ലാത്ത സന്തോഷമാണ് നബിയേ, സമാധാനമാണ് നബിയേ, സമയം പോകുന്നത് അറിയുന്നില്ല നബിയേ. അങ്ങയുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, അങ്ങയെ കാണാതെ വന്നാ വല്ലാത്ത പേടിയാ നബിയേ, അറിയാതെ കരഞ്ഞു പോകുന്നു നബിയേ. ഇതാണോ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഹേ വാപ്പാ, നിന്നെ കാണുമ്പോൾ, മുസ്ലിമായ നിന്നെ കാണുമ്പോ നാട്ടുകാര് നിന്റെ കൂടെ നടക്കാൻ കൊതിക്കണം, നിന്റെ അടുക്കൽ സംസാരിക്കാൻ, നിന്റെ കൂടെ കൂട്ടുകൂടാൻ, നിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് താമസിക്കാൻ. ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടാൽ മറ്റുള്ളവർ അവന്റെ അടുക്കലേക്ക് വരണം, അവനോട് കൂട്ടുകൂടാൻ, സംസാരിക്കാൻ, അവന്റെ കൂടെ സഹവസിക്കാൻ, അവന്റെ കൂടെ യാത്ര ചെയ്യാൻ, അവന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാൻ. ഇന്ന് മുസ്ലിമിന്റെ വീടിന്റെ ഇടയിൽ ഒരാൾക്ക് വീട് വെക്കാൻ പേടിയാണോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ ഇടയിൽ വന്ന് ജീവിക്കാൻ തന്നെ പേടിയാ, വിറ്റുപറക്കി പോവാ. എന്തുകൊണ്ട്? മുസ്ലിമിനെ പേടി, മുസ്ലിമിനെ പേടി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അവന്റെ അടുക്കൽ വരാനും കാണാനും കൊതിക്കാനും സഹവസിക്കാനും അവനുമായി ബന്ധപ്പെടാൻ മറ്റുള്ളവര് കൊതിക്കണം. ആ കൊതിക്കുന്ന രീതിയിലേക്ക് മുസ്ലിമിന്റെ ജീവിതം മാറ്റം വരുത്താൻ കഴിയണം. വയല് കേട്ടിട്ടല്ലടോ പണ്ടൊക്കെ ജനങ്ങൾ ദീനിലേക്ക് കടന്നു വന്നത്. എല്ലാവരും ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടല്ല, മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട്, മുസ്ലിമായ ചിലരുടെ ജീവിതം കണ്ടിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന ഒരുപാട് പേരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, യമനിലെ രാജാവാണ് സുമാമ, യമനിലെ രാജാവാണ് സുമാമ. മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ 3 പ്രാവശ്യം കൊല്ലാൻ പോയവനാ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വെറുപ്പ് കാരണം നബിതങ്ങളെ 3 പ്രാവശ്യം കൊല്ലാൻ പോയവനാണ്. അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്, മുത്തുനബി അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. പടച്ചവനെ, നബിതങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം അവന് ദേഷ്യമായി, അവന് വൈരാഗ്യമായി, അവൻ മുസ്ലിമീങ്ങളെ കൊല്ലാൻ തുടങ്ങി, സഹാബത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പരാതി പറയുകയാണ്. ഈ സുമാമയെ കുറിച്ച് പരാതി പറയുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്ക് സഹാബാ, എവിടെ വെച്ച് കിട്ടി
കിട്ടിയാലും കൊന്നുകളയാൻ ലോകത്തിന്റെ നേതാവ് ഒരു മനുഷ്യന്റെ തലയ്ക്ക് പടന്ന് അവനെ കൊന്നുകളയാൻ ഓർഡറിടുകയാണ്. അത്രയും വലിയ ദ്രോഹിയാണ്. പടച്ചവനെ സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദീനയിൽ പാതിരാത്രി ഒരു മനുഷ്യനെ കാണുകയാണ്. ഒളിച്ചുമ്പാത്തം നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ സ്വഹാബത്തിന് സംശയമായി. അവനെ പിടിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്, തർക്കുത്തരം പറയുകയാണ്. അവൻ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു. ഇവന്റെ കാര്യത്തിൽ നബി തങ്ങൾ തീരുമാനമെടുക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ തീരുമാനമെടുക്കട്ടെ. കൊണ്ടുവന്ന മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന തൂണിൽ കെട്ടിയിടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തീരുമാനമെടുക്കട്ടെ എന്ന് കരുതിയിട്ട് പള്ളിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ബിലാൽ വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ രാത്രി ഒരു ശത്രുവിനെ കിട്ടി നബിയേ. പള്ളിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാം. അവന്റെ വിഷയത്തിൽ അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാം. പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് ചെല്ലുകയാണ്. ആരെയാണ് മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത്? നബി തങ്ങളാ മുഖം കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന മുഖത്തോടെ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, യാ സ്വഹാബ, ഈ കിടക്കുന്നത് ആരാണെന്നറിയുമോ? ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയോ? അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ, ഇവനാണ് സുമാമ. നിങ്ങളൊക്കെ കാത്തു നടക്കുന്ന, നിങ്ങളൊക്കെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ വേണ്ടി വാളും കൊണ്ട് കാത്തു നടക്കുന്ന ആ മനുഷ്യനാണ്, അവനാണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്നത് ആ മനുഷ്യനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. അല്ലാഹുവേ, സ്വഹാബത്ത് പലരും ഇങ്ങനെ ഉറയിൽ കിടക്കുന്ന വാളിന്റെ മുകളിലേക്ക് കൈ ഇങ്ങനെ വെക്കുകയാണ്. നബിയെങ്ങാണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലെങ്ങാണം അവനെ കൊല്ലാനുള്ള അനുവാദം എനിക്ക് തന്നിരുന്നെങ്കിൽ, സ്വഹാബത്ത് മുഴുവനും നബി തങ്ങളുടെ പ്രഖ്യാപനം കാത്തിങ്ങനെ നിൽക്കുമ്പോ മുത്തി നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. ഒരാൾ പോലും തൊട്ടുപോകരുത്, ഒരാൾ പോലും ഉപദ്രവിക്കരുത്. ആ സുമാമയെ ഒരാൾ പോലും ഉപദ്രവിക്കരുത്. സ്വഹാബ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം. സ്വഹാബ, നിങ്ങൾ തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം. നിങ്ങൾ തന്നെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. ആര്? ആർക്കാ സഹോദരാ? നിബിതങ്ങളെ കൊല്ലാൻ നോക്കിയ ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ ആ ശത്രുവിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ, അവന് പാല് കൊണ്ടുവന്ന് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ സ്വഹാബത്തിൽ പലരും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും നിബിതങ്ങളെ പറഞ്ഞതാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണല്ലോ. സ്വഹാബത്ത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ഒന്നാമത്തെ ദിവസമായപ്പോ നബി തങ്ങൾ ചെന്നിട്ട് ചോദിക്കുന്നു, മാതാ ഇന്ദക യാ സുമാമ, സുഖമാണോ സുമാമ? എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ സുമാമ പറയുന്നു, മുഹമ്മദേ എനിക്ക് സുഖമാ, മുഹമ്മദേ എനിക്ക് സുഖമാ, മുഹമ്മദേ എനിക്ക് സുഖമാണ്. വേണമെങ്കിൽ നിനക്കൊന്നെ കൊന്നുകളയാ. ഇത് നിന്റെ നാട്, ഇവരെല്ലാവരും നിന്റെ ആൾക്കാര്. ചോദിക്കാനും പറയാനും ഒരാളുമില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. പക്ഷേ മുഹമ്മദേ,
നീ എന്നെ വെറുതെ വിട്ടാൽ, എന്നെ എങ്ങാനും വെറുതെ വിട്ടാൽ എത്ര പണം വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം മുഹമ്മദ്. ചിരിക്കുന്ന മുഖത്തോടെ നബി തങ്ങൾ പോവുകയാണ്. രണ്ടാമത്തെ ദിവസമായി ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, അതേ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസമായി നബി തങ്ങൾ ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ, എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുമാമ? സുമാമയുടെ മറുപടി അത് തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ, 4ാമത്തെ ദിവസം സുബഹി കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അഴിച്ചു വിട്ടേക്കാൻ, അഴിച്ചു വിട്ടേക്ക് സുമാമയെ. സ്വഹാബത്ത് അഴിച്ചു വിടുകയാണ്. അല്ലാഹുവേ, ചിരിക്കുന്ന മുഖത്തോടെ സുമാമ ഇറങ്ങി പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഴിച്ചു വിട്ടേക്കാൻ, വെറുതെ വിട്ടേക്കാൻ. പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു. സുമാമ കൈകാല് കഴുകുകയാ, സുമാമ കൈകാല് കഴുകുകയാ, നല്ല വസ്ത്രം ധരിക്കുകയാ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. 3 ദിവസം പള്ളിക്കകത്ത് കടന്ന 3 ദിവസം പള്ളിക്കകത്ത് കടന്ന മനുഷ്യരുണ്ടല്ലോ, പടച്ചവനെ. സുമാമ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരു ഐക്യമാണ് നബിയേ. ഇവരൊക്കെ അങ്ങയോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട്, ഇവര് കാണിക്കുന്ന അനുസരണ കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 ദിവസം സഹാബത്തിന്റെ ജീവിതം കണ്ടപ്പോ, നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ സുമാമ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. വഅദ് കേട്ടിട്ടല്ല, ൂതിയിട്ടല്ല, മുസ്ലിമിന്റെ ജീവിതം കണ്ടപ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ, എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. ഇന്ന് എത്ര കണ്ടാലും എനിക്ക് മതി വരുന്നില്ല നബിയേ. ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാ. മദീനയോട് വെറുപ്പാട്, മദീനയോട് വെറുപ്പാട്. അങ്ങ് താമസിക്കുന്ന നാടിനോട് എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. പോകാ മനസ്സ് വരുന്നില്ല നബിയേ, പോകാ മനസ്സ് വരുന്നില്ല നബിയേ. സുമാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരു മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടട്ടാ. ആ മുസ്ലിമീങ്ങളാണ് ഇന്നും ജീവിക്കുന്നത്. പക്ഷേ നമ്മളെ കാണുമ്പോ എല്ലാവരും ഭയക്കുകയാണ്, ഓടി ഒളിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ജീവിതം എടോ സിറാജ് എന്ന് പേരിട്ടിട്ട് മുസ്ലിമാകില്ല, മിസ്അബ് എന്ന് പേരിട്ടാ മുസ്ലിമാകില്ല, മുഹമ്മദ് എന്ന് പേരിട്ടാ മുസ്ലിമാകില്ല, തൊപ്പിയും തഴമ്പും താടിയുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിമാകില്ല, മുട്ടന്തല പള്ളിയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് മുസ്ലിമാകില്ല. മുസ്ലിം മുഅ്മിനാകണം. അവന്റെ ജീവിതം ഒരു മുഅ്മിനിന്റെ ജീവിതം പോലെയാകണം. അപ്പോഴാണ് അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. പക്ഷേ എന്തു പറയാനാ, ഇന്ന് പറക്കുകയാണ്. ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും ആസ്വദിക്കുകയാണ്. അവർക്ക് മരണവും ഖബറും നരകവും പരലോകവും വിശ്വാസമില്ലടോ. എല്ലാവരും പറവകളെ പോലെ പറക്കുകയാണ്. ചിരിയും കളിയുമാണ്, ആഘോഷമാണ്. എവിടെ നോക്കിയാലും ഫർദയിട്ട പെണ്ണുങ്ങളാണ്. പെങ്ങളെ ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് ഏത് പേക്കൂത്തിനും പോകുന്ന ഉമ്മമാരെ ആസ്വദിക്കടോ പെങ്ങളെ. എന്റെ ചെറുപ്പക്കാരോട് 2025 ജീവിക്കുന്ന ചെറുപ്പക്കാര് പറയുകയാണ്, ഉസ്താദേ, നിങ്ങളൊക്കെ പറയുന്നത് പോലെയല്ല ജീവിതം ആസ്വദിക്കാനുള്ളതാ.
ജീവിതം ആസ്വദിക്കാനുള്ളതാ. ചിരിച്ചാൽ ആയുസ് കൂടും. ചിലര് പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടും. പെങ്ങള് വാപ്പാ കാലിലേക്കൊന്ന് നോക്കണേ വാപ്പാ. ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് ആസ്വദിക്കുമ്പോ, ഒരുപാട് സുഖിക്കുമ്പോ, സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെരുപ്പിൽ നോക്കണേ. ചെരുപ്പിന്റെ വില എത്രയാണെന്ന് കാണാനല്ല. കുല്ലും മ്രിഇൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. സിറാജിനോട് പറയുന്നു, സിറാജ് ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പിലൊന്ന് നോക്കടാ. എന്തിനാണ് ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? ആ ചെരുപ്പിന്റെ മുകളിൽ കാണുന്ന ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അടുത്ത് കിടക്കുകയാ. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. ഏത് നിമിഷവും നിന്റെ സ്വപ്നവും നിന്റെ പ്രതീക്ഷയും നിന്റെ സമാധാനവും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇടിതീ പോലെ മരണമിറങ്ങി വരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, ഇനി എങ്ങനെ നന്നാവുക? ഇന്നത്തെ ആണും പെണ്ണും ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാം കണക്കാണ്. എല്ലാത്തിന്റെ ജീവിതം കാണുമ്പോ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഭയമടോ. ഇവിടെ ഒരു മുസ്ലിമായ മനുഷ്യനെ കണ്ട അവന്റെ കൂടെ എല്ലാവരും കൂടണം. അങ്ങനെ ആയിരിക്കണം അവന്റെ സ്വഭാവം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ ഇന്ന് നമ്മളെ കണ്ട എല്ലാം വാരിക്കെട്ടി ഓടുക. തീവ്രവാദി, ഭീകരവാദി എപ്പോഴാ പൊട്ടിക്കണെന്ന് അറിയത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സ്വഭാവം, അല്ലാഹ് ഫർദയ്ക്കൊരു വിലയുണ്ട് പെങ്ങളെ, ഫർദയ്ക്കൊരു വിലയുണ്ട്. ആ ഫർദ ഇട്ടുകൊണ്ട് നീയൊക്കെ കാണിക്കുന്നത് പറയാൻ പറ്റൂലടോ, പേടിയാ. പ്രായമുള്ളതും ഇല്ല. എടാ ചെറുപ്പക്കാരൊക്കെ ഈ പെൺകുട്ടികൾ 10, 15, 20 വയസ്സുള്ള കുട്ടികൾ കാണിച്ചാൽ പറയാ അതിനൊന്നും പക്വത എത്തിയില്ല എന്ന്, തമീസായില്ല. ഈ 40, 45 കഴിഞ്ഞ താത്താക്ക് ഇനി എന്ത് തമീസാവാനാ? മക്കളെ വരെ കെട്ടിച്ചു. പാട്ട് കേൾക്കാൻ പോയിട്ട് ലാത്തി ചാർജ് ഇവിടെ അല്ലായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പ്രകടനം നടത്താൻ പോയിട്ട് ലാത്തി ചാർജ് കൊണ്ട് ആണുങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. പാർട്ടി പരിപാടിക്ക് പോയിട്ടൊക്കെ പ്രകടനം നടത്തിയിട്ട് ലാത്തി ചാർജ് കൊണ്ടവരൊക്കെ ഉണ്ട്. ഇവിടെ ഗാനമേള കേൾക്കാൻ പോയിട്ട് കൊണ്ടവരും ഉണ്ട്. ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് വിചാരിച്ചാ പോയത്. 3-4 തീർന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എല്ലാം താത്താമാര് തന്നെ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫാൻ വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ നടക്കുക. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പറഞ്ഞില്ല സിറാജ് എന്ന് പേരിട്ട മുസ്ലിം ആവോ? ഓരോന്നിൻ്റെയൊക്കെ പേര് കാണിക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഇലക്ഷന് സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഓരോന്നിൻ്റെ പേര് കാണുമ്പോൾ ഇത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് അറിയണില്ല. എല്ലാത്തിൻ്റെ തലയിലും തട്ടമുണ്ട് വറക്കത്തിന്. അതെങ്കിലും ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. എന്നാ ഫോട്ടോ! പണ്ട് 10ാം ക്ലാസ്സിൽ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ആമിനെ സ്കൂളിൽ പോലും പോയില്ല. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പോണില്ല, നാളെ ഫോട്ടോ എടുക്കണ ദിവസമാണ്. ഇപ്പം മതിലിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അതിനെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ട്. പിന്നെ ചിലതാണ് പറയുന്നത് ഭർത്താവിനോട്ട് ഭാര്യയ്ക്ക് ഓട്ട് പിടിക്കേണ്ടത് ഭർത്താവാണ്. അവിടെ ദീനുണ്ട്. ഒന്ന് ആലോചിക്കുക. എല്ലാം കോമാളിത്തരങ്ങൾ ഓരോ രീതിയിൽ. ഇല്ല, ഇതിലൊക്കെ ആകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസമൊന്നും ഇല്ലടോ. പേര് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇരിക്കണില്ല എത്ര എണ്ണം. ഇന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ വലിയ പ്രഭാഷണങ്ങൾ. പള്ളിയിലെ ഖത്തീബ് ജുമായ്ക്ക് കള്ളുകുടിയെക്കുറിച്ച് പ്രസംഗിക്കുക. കഞ്ചാവ് ഉപയോഗിക്കരുത്, MDM ഉപയോഗിക്കരുത്. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ക്യാമ്പയിൻ ജമാഅത്തിന്റെ വകയായിട്ട് മുട്ടന്തലയിലെ ചെറുപ്പക്കാരെ മുഴുവനും വിളിച്ചിട്ട് മക്കളെ ഇതൊന്നും അടിക്കല്ലേ എന്ന് ക്ലാസ് നടത്തുന്നു. ഇതിനേക്കാളും വലിയ ഭവിഷ്യത്ത് ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും കഞ്ചാവ് അടിക്കുവോ? എല്ലാവരും കള്ളു കുടിക്കുവോ? എല്ലാവരും ഒന്നും ഉപയോഗിക്കത്തില്ല. അടിക്കേണ്ടവൻ അടിക്കുക, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുള്ള എത്ര ഉണ്ട്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുള്ള എത്ര മക്കളുണ്ട്?
ജമാഅത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വയത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇന്ന് നിങ്ങൾ വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി മോനെ വിളിച്ച് അടുത്തിരുത്തി, മോനെ വാപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, വാപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. അള്ളാഹുവോട് ഇങ്ങനെ അനുഗ്രഹങ്ങൾ വാരിക്കോരി വെച്ചിരിക്കുകയാണ്. മോനെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം. വാപ്പ മോനോട് പറഞ്ഞു കൊടുക്കുക, പ്ലസ് 1 പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ വാഹനത്തിൽ സഞ്ചരിച്ചു 100 കൊല്ലം. ഒരു നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ 100 കൊല്ലം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, അവന് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കണ ഏതെങ്കിലും വാപ്പ ഇന്ന് രാത്രി മോൻ്റെ അടുക്ക പോയിരുന്നിട്ട് പറയുക 100 കൊല്ലം സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ മോൻ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. എന്തേടാ ചിരിക്കണേ? എന്തൊരു തള്ളലാ വാപ്പ അത്. ഇവിടെ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കും, ഞാൻ പല തള്ളലും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു തള്ളൽ കേട്ടിട്ടാണ്. അവന് വിശ്വാസമില്ല. 100 കൊല്ലം സഞ്ചരിച്ചാലും തീരാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പാപ്പ വിശ്വസിക്കുമോ? ഇതൊക്കെ ഉസ്താദന്മാർ ചുമ്മാ അടിച്ചുവിടുന്ന എന്നാ പറയണേ. താത്ത വീട്ടിൽ പോയിട്ട് കട്ടൻ ചായ വെച്ചതാ, മോൾ ഓടി വന്നപ്പോൾ കൈ ഒന്ന് തട്ടി, ഉമ്മ കൈ പൊള്ളി ഉമ്മ. ഉടനെ ഫർദ ഇട്ട ഉമ്മ, നരകത്തെക്കുറിച്ച് അറിയുന്ന ഉമ്മ മോളോട് പറഞ്ഞു, മോളെ ഇതൊന്നും ഒരു തീയല്ല, 70% നരകത്തിലെ തീയുടെ 70% ഉള്ളൂ ഇത്. നീ ഇത് കണ്ടിട്ടാണ് ഈ പേടിക്കുന്നത് എന്ന് ഉമ്മ ചോദിച്ചാൽ മോള് കളിയാക്കൂടോ? കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലടോ. അവർ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ. മക്കളുടെ ജീവിതം കാണുമ്പോൾ വാപ്പ ചോദിക്കുക, ഇനി ഇതിനെയൊക്കെ എങ്ങനെയാ നേരെയാക്കുന്നതെന്ന്. ഉസ്താദെ, ഇനി ഇവരെയൊക്കെ എങ്ങനെ നന്നാക്കാനാ? ഇനി എന്തു പറഞ്ഞിട്ടാ ഇവരെ നന്നാവുക? സഹോദര, അവർക്ക് നന്നാകാൻ ഒരു വഴിയുണ്ട്. ഏത് മനുഷ്യനും നന്നാകാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. 5 കാര്യങ്ങൾ ഖുർആനിന് നിങ്ങളോട് പറയാനുണ്ട്. ഒരെണ്ണം 5 കേൾക്കണ്ട, ഒരെണ്ണം കേൾക്ക്. അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കാര്യം കേൾക്കുവോ? സമയമുണ്ടോ? ഞാൻ 12:30 നിർത്തും. ഞാൻ 12:30 ആയപ്പോൾ നിർത്തും ഇൻഷാ അല്ലാഹ്. ഒരേ ഒരു കാര്യം എന്താണെന്ന് കേൾക്ക്. അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം. ഇൻഷാ അല്ലാഹ് കേട്ടൂടെ? കേൾക്കുവോ? എന്താ മനുഷ്യന്മാരെ, സിറാജിന്റെ വഴലല്ല, അല്ല പറയുന്ന ഖുർആൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് കേട്ട് നോക്ക്. ചിലപ്പോൾ നന്നായാലോ, കിട്ടിയാലോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ചിലപ്പോൾ നന്നായാലോ. ഒരൊറ്റ ഒരു വാക്ക് കേൾക്ക്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. ചെറിയ ഫാനില്ലേ അത് കൊടുക്കാണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ചെറിയ ഫാൻ താരത്തിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എല്ലാവരും മനസ്സിരുത്തിയിട്ട് കേൾക്കണേ. പറയുന്നത് ഖുർആനാ. അള്ളാന്റെ ഖുർആൻ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല പെങ്ങളെ. കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം പാരായണം ചെയ്യാൻ. അള്ളാഹുവിന്റെ കലാമാ, കളിയല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാ നിസാരമായി കാണേണ്ട കാര്യമല്ല. ആ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഉമ്മ എപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ ഞാൻ മാസത്തിൽ ഒരു ഖത്തം തീർക്കും. വാപ്പ പറയും, ചിലര് പറയും ഞാൻ 2 ആഴ്ച കൂടുമ്പോ ഒരു ഖത്തം തീർക്കും. ഞാൻ മാസത്തിൽ ഖത്തം തീർക്കുമെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന പെങ്ങളെ, വെറുതെ വായിച്ച് തീർക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ ഖുർആൻ. ഈ താത്താനോട് ഞാൻ ചോദിക്കട്ടെ, ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ ഖത്തമോതുന്ന ഉമ്മയോട് ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, എന്തേ നീ നന്നാകാത്തത്?
ഖുർആൻ ഒരുപാട് ഓതുന്നുണ്ടല്ലോ. ഏത് സ്വലാത്തിന്റെ മജ്ലിസിലും ഖുർആൻ ക്ലാസ് കേൾക്കാനും വഅദ് കേൾക്കാനും എത്രയോ ആയത്തുകൾ കേൾക്കുന്നില്ലേ പെങ്ങള്? ഏറ്റവും കൂടുതൽ വഅദ് കേൾക്കുന്നത് പെണ്ണുങ്ങളല്ലേ? ഖുർആൻ ഓതുന്നത് പെണ്ണുങ്ങളല്ലേ? പ്രായമുള്ള വാപ്പാ, എന്തേ ഖുർആൻ കേട്ടിട്ട് നീ നന്നാകാത്തത്? നിന്റെ മനസ്സിൽ മാറ്റം വരുന്നില്ലല്ലോ, നിന്റെ മനസ്സിൽ മാറ്റം വരുന്നില്ലല്ലോ, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരായത്തെങ്കിലും പാരായണം ചെയ്താൽ അവൻ നന്നാകുമെന്നാണ്, അവന്റെ മനസ്സിൽ മാറ്റം വരുമെന്നാണ് ചരിത്രം ഇത് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തെള്ളിയവര് നന്നായില്ലേ? ഒരു കാലത്തും നന്നാകില്ല. ഈ മുട്ടന്തലക്കാര് മുഴുവനും, ഈ നാട്ടുകാര് മുഴുവനും ഒരുത്തനെ നോക്കിയിട്ടവൻ ഒരു കാലത്തും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തെള്ളിയ എത്രയോ പേരുണ്ട്. ഇതുപോലെ മദീന മുഴുവനും എഴുതി തെള്ളിയ, മക്ക മുഴുവനും എഴുതി തെള്ളിയ ഒരു മനുഷ്യൻ ആരാണെന്നറിയുമോ? മദീനത്തു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ ആ പച്ച കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബിതങ്ങളുടെ ചാരത്ത് രണ്ടുപേര് കിടക്കുന്നല്ലോ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇവരാരാണെന്നറിയുമോ? ഈ ഉമർ ആരാണെന്നറിയുമോ? ആ ഉമറിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു സഹോദരാ. എന്റെ ചെറുപ്പക്കാര് പഠിക്കണം, എന്റെ വാപ്പമാര് പഠിക്കണം. ഉമറിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നല്ലോ. ഉമർ ആരാണെന്നറിയുമോ? ഉമറിന്റെ അയൽവാസി, ഉമറിന്റെ അയൽവാസി. നിന്റെ അയൽവാസിക്ക് നിന്റെ സ്വഭാവം അറിയുമല്ലോ പെങ്ങളെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. മറുപടി എന്താണെന്നറിയോ? എടാ, നിന്റെ അയൽവാസിയായ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് ഒരാള് ചെന്നിട്ട് പറഞ്ഞപ്പോ അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുവോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. ഈ കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും മുസ്ലിമാകില്ല. അവന് കാട്ടാളനാട്. ഉമറിന്റെ സ്വഭാവം അങ്ങനെയാണ്. പേടിയാ വാപ്പാ, പേടിയാ വാപ്പാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ശപഥമെടുക്കുകയാണ്. മുഹമ്മദിന്റെ തലയുമായിട്ട് ഇനി തിരിച്ചു വരൂ. പുതിയ മതവുമായിട്ട് കടന്നു വന്ന മുഹമ്മദിന്റെ തലയെടുക്കാതെ മടങ്ങി വരൂല. ഊരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്തു പാഞ്ഞു പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്ന, ഉമറേ എവിടെ പോവുകയാണ്? പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ചോദിച്ച സ്വഹാബി പറയുകയാ, ഏ ഉമറേ, മുഹമ്മദിനെ കൊല്ലുന്നതിന് മുമ്പ് സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലടാ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ, നിന്റെ സഹോദരി മുസ്ലിമായിരിക്കുകയാ. ആദ്യം വീട് നന്നാക്ക്, പിന്നെ മറ്റുള്ളവരെ നന്നാക്കാ. ഉമറിന് നാണക്കേടായി. ഉമറിന്റെ സ്വന്തം സഹോദരി മതം മാറിയിരിക്കുകയാണ്. ഉമർ ഉരിപ്പിടിച്ച വാളുമായി സഹോദരിയുടെ വീടിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഭർത്താവും ഭാര്യയും ഖുർആൻ ഓതുകയാ, ഭർത്താവും ഭാര്യയും ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, വീടിന്റെ അകത്തേക്ക് കയറുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമയെടുത്ത് തല്ലുകയാണ്. കയ്യിൽ കിട്ടുന്നത് മുഴുവനും അടിച്ചു തകർക്കുകയാണ്. ഫാത്തിമയുടെ മുഖത്തിലൂടെ മൂക്കിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. കോപം കൊണ്ടിങ്ങനെ വിറച്ചുകൊണ്ടിരുന്ന ഉമർ തങ്ങൾ കൂടപ്പറപ്പാണ് രക്തത്തിൽ കുളിച്ച് മുമ്പിലിരിക്കുന്നത്. തന്റെ സഹോദരിയുടെ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സലിഞ്ഞടോ, ഉമറിന്റെ ദേഷ്യം മാറിയടോ. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ
എന്തോ പാടുന്നത് കേട്ടല്ലോ, എന്തോ പാടുന്നത് കേട്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ എന്തോ പാടുന്നല്ലോ. ഫാത്തിമയുടെ മറുപടി, ഉമറേ അത് അല്ലാഹുവിന്റെ കലാമാ, പരിശുദ്ധമായ ഖുർആനാണ് ഞങ്ങൾ പാരായണം ചെയ്തത്. ഉമർ പറയുന്നു, എനിക്കൊന്നു തരാൻ ശുദ്ധിയില്ലാതെ തരൂല, പോയി കയ്യും കാലും കഴുകിയിട്ട് വാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചെന്ന് വുളുബദാ കൈകാലുകൾ കഴുകി ശുദ്ധമാവുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ വന്നിരിക്കുകയാ. അവിടെന്ന് ഓതുന്നു ത്വാഹ, സൂറത്ത് ത്വാഹയിലെ 3-4 ആയത്തുകൾ അങ്ങ് ഓതുകയാണ്. 3-4 ആയത്തുകൾ ഓതി സുബ്ഹാനല്ലാഹ് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിലേക്ക് തറയ്ക്കുകയാ. മോശമായ ജീവിതം നയിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ആയത്തുകൾ ഉമറിന്റെ ഹൃദയത്തിലേക്ക് തറയ്ക്കുകയാണ്. ഒന്ന് പതറിപ്പോയടോ ഉമർ, ഒന്ന് പതറിപ്പോയടോ. അല്ലാഹുവേ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു ചെല്ലുകയാണ്. സഹാബത്ത് മുഴുവനും ഭയന്ന് വിറയ്ക്കുകയാ. ഉമറാണ് വരുന്നത്, ഉമറാണ് വരുന്നത്. ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് പലരും അവിടെന്ന് ഭയന്ന് വിറയ്ക്കുകയാ. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് നബി തങ്ങൾ പറഞ്ഞു, ഒരാളും തൊട്ടുപോകരുത്, ഉമർ വരട്ടെ, ഉമർ വരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി കേട്ട് കഴിഞ്ഞപ്പോ അവിടെന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാപ്പാ മുസ്ലിമായി, വാപ്പാ, വാപ്പാ മുസ്ലിമായി, വാപ്പാ. ഖുർആനിലെ 4 ആയത്ത് കേട്ടപ്പോ കാട്ടാളനായ ഉമർ അവിടെന്ന് നന്നാവുകയാണ്. പക്ഷേ എന്റെ വാപ്പയ്ക്ക് പറ്റുന്നില്ലല്ലോ. ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്ന വാപ്പാ, നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നീയും ഖുർആൻ കേൾക്കുന്നവനല്ലേടാ, എന്തേടാ നന്നാകാൻ പറ്റാത്തത്? എന്റെ യുവത്വത്തോട് ചോദിക്കുകയാണ്. ഇവിടെ വയല് കേൾക്കാൻ വരുമ്പോ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാടോ, വരുന്ന വഴിയിൽ മുഴുവനും ചെറുപ്പക്കാരാണ്. ആ മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ, ദുആ ചെയ്യുന്ന സമയത്ത് മജ്ലിസിൽ വരണേ. എന്റെ ചെറുപ്പക്കാരാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണടാ ഫുലൈല്, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുലൈല്. റബ്ബേ, ഫുലൈല് കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും മകളാണോ ഭാര്യയാണോ സഹോദരിയാണോ, ഫുലൈലിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ടാലേ സമാധാനം കിട്ടൂ. അങ്ങനെ ഒരു ദുസ്വഭാവം ഫുലൈലിനുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുലൈലേ, ഞങ്ങളെല്ലാവരും ഒരു പെണ്ണിന്റെ പുറകെ നടന്നു പരാജയപ്പെട്ടടാ. ഒരു പെണ്ണിന്റെ പുറകിൽ നിന്നിട്ട് ഞങ്ങളെല്ലാം പരാജയപ്പെട്ടു. നീ ഏത് പെണ്ണിനെയും വളയ്ക്കുന്നവനാണല്ലോ, നീ ഏത് പെണ്ണിനെയും വളയ്ക്കുന്നവനാണല്ലോ. നിന്നെ ഞങ്ങളെ സമ്മതിക്കാമടാ. ധൈര്യമുണ്ടെങ്കിൽ ആ പെണ്ണിനെ നീ വളച്ച് കാണിക്കടാ. കൂട്ടുകാര് മുഴുവനും ഫുലൈലിനോട് അവിടെന്ന് പറയുമ്പോ ഫുലൈൽ ഇബ്നു ഇയാദ് പടച്ചവനെ അവിടെന്ന് പോവുകയാണ്. സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവൾ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. അവള് മൈൻഡ് ചെയ്തില്ല, അവള് തിരിഞ്ഞു നോക്കിയില്ല. അല്ലാഹുവേ,
ഫുലൈലിന് നാണക്കേടായി. അവള് തിരിഞ്ഞു പോലും നോക്കുന്നില്ലടോ. കാരണം അവൾ അല്ലാഹനെ ഭയന്ന് ജീവിച്ചവളാ. അവള് ഫർദ ഇട്ടുകൊണ്ട് കറങ്ങിയവളല്ല. ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് നീതി പുലർത്തിയവളാ. അല്ലാഹുവേ, അവസാന ഫുലൈലിന് നാണക്കേടായി. എങ്ങനെയെങ്കിലും ഇവളെ കീഴ്പ്പെടുത്തണം. രാത്രി വീടിന്റെ അകത്ത് കയറി ആരാരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് ഫുലൈൽ റേപ്പ് ചെയ്യാ പോവുകയാണ്, ബലാത്സംഗം ചെയ്യാ പോവുകയാണ്. തന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാതെ വന്നപ്പോ ആ പെണ്ണിനെ പിച്ച് ചീന്തുകയാണ്, വസ്ത്രങ്ങൾ വലിച്ചു കീറി. ആരോഗ്യവാനായ ഫുലൈൽ ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്കിടയിൽ വ്യഭിചരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുകയാ. ഫുലൈലൊന്നുമില്ലാതെ വാസിയോട് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോവുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ നിലവിളി നിർത്തുകയാ. നിലവിളിക്കുന്നില്ല, കരയുന്നില്ല, പെണ്ണ് മിണ്ടാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് നിലവിളിയെല്ലാം മാറി, മിണ്ടാതെ നിൽക്കുകയാണ്. ഫുലൈലിന്റെ മുഖത്ത് നോക്കുകയാണ്. ഫുലൈൽ ചോദിക്കുന്നു, സമ്മതിച്ചതാണോ? സമ്മതിച്ചതാണോ? വ്യഭിചരിക്കാൻ സമ്മതം തന്നതാണോ? പെണ്ണങ്ങ് കരയുകയാ, പെണ്ണങ്ങ് കരയുകയാ. ഫുലൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് വല്ലാതെ കരയുകയാണ്. ഫുലൈൽ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? നിലവിളിച്ചു കൊണ്ടിരുന്ന നീ ശബ്ദം താഴ്ത്തിയല്ലോ, നിലവിളിക്കുന്നില്ലല്ലോ, അതിന്റെ കാരണം ചോദിച്ചപ്പോ ആ പെണ്ണ് പറയുന്നു, ഫുലൈലേ കേക്കടാ, ഫുലൈലേ കേൾക്കടാ. അടുത്ത വീട്ടിലിരുന്ന് ആരോ ഖുർആൻ ഓതുകയാ. പരിസരത്തുള്ള ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് ഖുർആനിന്റെ ഒരായത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. അലം യൈനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരേ ഒരായത്ത്. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഫുലൈലിനോട് ചോദിച്ചു, ഫുലൈലെ, അല്ല ചോദിക്കുന്നത് കേട്ടോടാ, അല്ല ചോദിക്കുന്നത് കേട്ടോ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എടാ, നന്നാവാൻ സമയമായില്ലേടാ ഫുലൈലെ, നന്നാകാൻ സമയമായില്ലേ? എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു? എന്തെല്ലാം പാവങ്ങൾ ചെയ്തു, എന്തെല്ലാം തെറ്റുകൾ ചെയ്തു ഫുലൈലെ, നന്നാകാൻ സമയമായില്ലേ? ഫുലൈൽ കരഞ്ഞോണ്ടിറങ്ങിപ്പോയടോ. ആ വ്യഭിചരിക്കാനിരുന്ന ഫുലൈല് ഖുർആനിന്റെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോകമറിയുന്ന പണ്ഡിതനായി മാറി ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒറ്റ ആയത്ത് കേട്ടപ്പോ. എടാ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് നടന്ന ഉമർ നന്നായത് ഖുർആൻ കേട്ടിട്ട്, ഫുലൈൽ ഇബ്നു ഇയാദ് നന്നായത് ഖുർആനിലെ ഒരായത്ത് കേട്ട്. സാധാരണ ആളല്ല, കൊട്ടേഷ സംഘത്തിന്റെ നേതാവായിരുന്നു ഫുലൈല്. ഇതുപോലെ ആയിരക്കണക്കിന് ചരിത്രമുണ്ട്. ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് നന്നായ എത്രയോ പേർ. പാപ്പ, നീ ഒരായത്തല്ല 114 സൂറത്ത് നീ കേട്ടിട്ടില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ 6600-ൽ പരം വരുന്ന ആയത്തുകൾ നീ തന്നെ ഓതിയില്ലേ? എന്നിട്ട് എന്തേ വാപ്പ നന്നാകാത്തെ? എന്തേ ഉമ്മ നന്നാകാത്തെ? ഖുർആൻ ഓതാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? അള്ളാന്റെ ഖുർആൻ കേൾക്കാത്ത ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ? എന്തേ ഉമ്മ നീ നന്നാകാത്ത? എന്തേ ഉമ്മ നീ പേടിക്കണ്ടേ? ഒരായത്ത് കേട്ടിട്ട് നന്നായെങ്കിൽ നീ ഖുർആൻ മുഴുവനും കേട്ടിട്ട് നിനക്കൊരു ഭയമുണ്ടോ? ഒരു പേടിയുണ്ടോ? ഏത് വൃത്തികേട് കാണിക്കാനും, ഏത് തോന്നിവാസം കാണിക്കാനും നമുക്ക് ഭയമുണ്ടോ? ആണായാലും പെണ്ണായാലും നമുക്ക് എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു എന്നെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഞാനിത് പറയുന്നത് നിങ്ങളോടല്ല, ഈ ചൂണ്ടുന്ന ചൂണ്ടുവിരൽ സിറാജിന്റെ നെഞ്ചിലേക്ക് തന്നെയാ ചൂണ്ടുന്നത്, അല്ലാതെ നിങ്ങളെ അല്ല. ഞാൻ ഇതേ ചോദ്യം എൻ്റെ മനസാക്ഷിയോട് തന്നെയാ ചോദിക്കുന്നത്. നന്നാകാൻ സമയമായില്ലേ സിറാജ് എന്ന്? അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. എടാ ആമീൻ പറയട ചങ്ങായിമാരെ, അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഇങ്ങനൊന്നും ആമീൻ പറഞ്ഞാൽ പോരാ. ആരുടെ എങ്കിലും ഒരാളുടെ ആമീൻ മതി ഞാൻ സ്വർഗത്തിൽ പോകാൻ. നല്ല പോലെ ഒരു ആമീൻ പറ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടാൽ തന്നെ മനുഷ്യൻ നന്നാകും. ഖുർആൻ മുഴുവൻ കേട്ടിട്ട് നന്നാകുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ്? വയല് കേൾക്കാഞ്ഞിട്ടാണോ? വയല് കേൾക്കാഞ്ഞിട്ടാണോ? ഉമ്മാടെ വയല്, വാപ്പാടെ വയല്, കൂടപ്പുറപ്പിന്റെ വയല്, കാരണവന്മാരുടെ വയല്, കുടുംബക്കാരുടെ വയല്, കമ്മിറ്റിക്കാരുടെ വയല്, ഉസ്താദന്മാരുടെ വയല്, പിന്നെ പ്രഭാഷണം, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു. അപ്പൊ സമയമായില്ലേ? ബക്കറ്റ് കളക്ഷന് സമയമായി. ഇവിടെ പിരിവൊക്കെ ഉണ്ടോ? അപ്പൊ പിരിവൊക്കെ ഉണ്ടോ? ഇതിനാ പിരിവൊക്കെ? കാശുകാരന്മാര് ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ചാക്കി ബാങ്കിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ നടക്കുക. പൈസ എന്ത് ചെയ്യണമെന്നറിയാത്ത ആൾക്കാരെ എവിടെ ഉള്ളത്? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നു. അള്ളാഹിനോട് പറയണം, പടച്ചവനെ, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ ഈ കൊടുക്കണ സദക്കയ്ക്കകത്ത് നീ അത് കരിച്ചു കളഞ്ഞേക്കണേ അല്ലാഹ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ കയ്യിലുള്ളതിലൊരു സദക്ക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ഇന്ന് വണ്ടിയിൽ വരുമ്പോഴും എൻ്റെ കൂടെ ഒരു വാപ്പായും ഉമ്മായും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരികയാ. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഉപ്പാന് ശുഭ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്രയോ രോഗികളെ നമ്മൾ കാണുന്നവരാ. അതുകൊണ്ട് അൽഹംദുലില്ലാ, വാടാ മക്കളെ, സംഘാടകരെന്ത് ബക്കറ്റുമായിട്ട് പോണ രണ്ടുപേരും ഫ്രണ്ടിലോട്ട് വന്നേ. പോവല്ലേ? എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? എന്താണ് രണ്ടെണ്ണത്തിന്? ഒരുമിച്ച് പോകാതറാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാ അവരുടെ മനസ്സിലുള്ളതിലൊരു നല്ലത് സ്റ്റേജിൽ നിന്നും പേടിച്ചോണ്ടാ ചങ്ങായിമാരെ, സ്റ്റേജിൽ നിന്നും പേടിച്ചോ. ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ കയറി പാടാ ചങ്ങായി. ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. റഹ്മ റഹീമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ നീ സ്വീകരിക്കണേ തമ്പുരാന്, നീ സ്വീകരിക്കണേ തമ്പുരാന്. മാരകമായ ഏതെങ്കിലും രോഗത്തിൻ്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. റഹ്മാനായ അല്ലാ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു മരണം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാവരും അൽഹംദുലില്ലാ മനസ്സറിഞ്ഞുകൊണ്ട്. എത്ര മണി വരെ പോകും? ഓൻ എന്താ നമ്മുടെ സംഘം? ഓൻ അവിടെ പോയിരിക്കുക. അവിടെ പരിപാടി ഷെയ്ഖ് എന്തൊരു പേരെന്ത്? കൈസ് എന്താ താഴെ പോയിരിക്കണേ? നിലവിളിയോടെ വിളിയാ. വാ ഇനി വാ, കേസ് സ്റ്റേജിൽ കയറി മുടിയൊക്കെ നരച്ച് ഇനിയിപ്പോൾ മൂടിയിരി. വാ വാ, ഇങ്ങോട്ട് നോക്കിക്കോ. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, എന്തേ നന്നാകാത്ത നമ്മൾ ഒരായത്തല്ല 1000 ആയത്ത് കേട്ടു, എന്നിട്ട് നമ്മൾ നന്നാകുന്നുണ്ടോ? നന്നാകുന്നില്ല. അപ്പം നീ പേടിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പേടിക്കണം, നമ്മൾ വല്ലാതെ പേടിക്കണം. എന്ത് പേടിക്കണം? എടാ, ഖുർആൻ കേട്ടിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ
നിന്നെ അള്ളാഹു എഴുതി തള്ളിക്കളഞ്ഞു. ഇപ്പോ ഇന്ത്യയിൽ നിന്ന് വോട്ട് ലിസ്റ്റിൽ നിന്ന് പേര് പോകുമെന്നുള്ള പേടി കാരണം ഓടി നടക്കുകയെല്ലാം. എല്ലാവരും പേരൊക്കെ കൊടുത്തോ? അപ്പോൾ ഇവിടെ പേരൊക്കെ ചേർത്തോ? നീ ചേർത്തോ? എല്ലാവരും ലിസ്റ്റൊക്കെ കൊടുത്തോ? അതതിൻ്റെ പേരെന്തപ്പാ? അല്ലുപ്പ 2002 SIR നടപ്പായിക്കൊണ്ടിരിക്കുക. പള്ളിക്ക് ഇപ്പോൾ SIR ഉണ്ട്. അള്ളാഹു കാത്തിരിച്ചേക്കുമാറാകട്ടെ. ഡേറ്റ് കഴിഞ്ഞു. ഇവിടുത്തെ പ്രസിഡൻ്റൊക്കെ എന്താപ്പാ? അവിടെ എന്താപ്പാ? വാടാ മക്കൾ, എന്ത് പറ്റിയടാ? അവിടെ എന്ത് പറ്റിയടാ? ഷംസു, മാണിക്കോത്തുകാരൊക്കെ നിൽക്കുന്നല്ലോ. ഇസ്മായിലിൻ്റെ അനിയനൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് പറ്റിയപ്പോൾ അവിടെ? എന്താ? ഉസ്താദ് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതി, ഏറ്റവും നല്ലതാ. ഇപ്പൊ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും 2002 പേരുണ്ടോ 2025 പേരുണ്ടോ തിരഞ്ഞെടുക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ടൊരു ഗുണമുണ്ടായി. നല്ലതാര് ചെയ്താലും പറയണം, അത് മോഡി ചെയ്താലും പറയണം. 2002 ഇപ്പോൾ വോട്ടില് 2002 2025 ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു നിയമം കൊണ്ടൊരു ഗുണമുണ്ടായി. എല്ലാവരും പോയിട്ട് വാപ്പാടെ ഐഡന്റിറ്റി കാർഡ് തപ്പി വാപ്പാടെയൊക്കെ ഫോട്ടോ ഒന്ന് നോക്കാൻ പറ്റി. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ വാപ്പാടെ ID കാർഡ് അറിഞ്ഞോ? ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ അറിയോ? ഉപ്പാപ്പാടെ എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ വീട്ടിൽ ചെന്ന് നിൽക്കണോ? നിങ്ങളുടെ വാപ്പാടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ പഴയ ഐഡന്റിറ്റി കാർഡ് തുടച്ചെടുത്തിട്ട് അൽഹംദുലില്ലാ ലിസ്റ്റിലുണ്ട്. ഓർമ്മയെങ്കിലും ഉണ്ടായി ആ ഒരു ഉപകാരം. ഇതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, അള്ളാഹു എഴുതിത്തള്ളിയവരാ അങ്ങനെയുള്ളവർ. അള്ളാഹ് എഴുതിത്തള്ളിക്കളയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വന്നാൽ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വന്നാൽ അള്ളാഹു തരുന്ന ഒരു ശിക്ഷ അറിയുമോ വാപ്പാ? ഉമ്മമാരേ, ഈ കൂട്ടത്തിൽ നീ ഉണ്ടോ എന്ന് ചിന്തിക്കും ഉമ്മ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിച്ചില്ലെങ്കിൽ, അതിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആൻ പറയുകയാണ്, വൈന തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഇതപ്പോ എല്ലാരും ഇറങ്ങി പോവാ. അത് കുട്ടികൾ എന്തെങ്കിലും അതീബ് പോയാൽ തീരും, ഉസ്താദ് പോയാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. അത് നിങ്ങൾ പോയിട്ട് അരന്ന് വാങ്ങല്ലേ. ഇതങ്ങനെ ചിലത് അതിൻ്റെ കൂടെ കാണാനും ഓടുക. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇതിപ്പോൾ അടിയാണോ പിള്ളമാരാ? ഒരു ഫാത്തിഹ ഓദിക്കോ, എല്ലാം ഇറങ്ങട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണോ? എത്ര പറഞ്ഞാലും നന്നാകില്ല, എന്തെല്ലാം ഉപദേശം കൊടുത്താലും അവര് നന്നാകില്ല, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരൂല. കാരണം എന്താണ്? വൈന തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അള്ളാഹു എഴുതി തള്ളുകയാണ്, അള്ളാഹു എഴുതി തള്ളുകയാണ്. പ്രായം ചെന്ന വാപ്പാ, പ്രായമായ ഉമ്മമാരെ, എന്തേ നിങ്ങൾക്ക് നന്നാകാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? ചെറുപ്പക്കാരാ, യുവതികള്, എന്തേ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? എന്തെല്ലാം അള്ളാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്നു. മരണം കാണിച്ചു തന്നു, ഖബർ കാണിച്ചു തന്നു, ക്യാൻസർ രോഗിയെ കാണിച്ചു തന്നു, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കാണിച്ചു തന്നു. നിന്റെ കുടുംബത്തിൽ പലരും നിന്നെക്കാളും മുമ്പേ പോയി. ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് നന്നാകാൻ പറ്റുന്നില്ലേ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? വൈന തദ്ഉഹും ഇലൽ ഹുദാ
ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു പറയുന്ന ഒരു കാലത്തും അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല. ഒരു കാലത്തും ഈമാനിന്റെ വെളിച്ചം കേറൂല. ഒരിക്കലും അവര് നന്നാകില്ല. അവരെ നന്നാക്കാൻ ലോകത്ത് ഒരാളെ കൊണ്ടും കഴിയില്ല. ആരൊക്കെ തലകുത്തി കിടന്നു നോക്കിയാലും അവരെ നന്നാക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു അവരുടെ ചെവി അടച്ചു വെക്കുകയാണ്. അല്ലാഹു അവരുടെ ചെവി അടച്ചു വെക്കുകയാണ്. ഏത് ഉപദേശവും അവരുടെ ഹൃദയത്തെ അവരുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയില്ല. ഏത് ഉപദേശവും ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും അവരുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയില്ല. എത്ര കരഞ്ഞാലും, എത്ര നിലവിളിച്ചാലും, എത്ര മരണം കണ്ടാലും, എത്ര അപകടങ്ങൾ കണ്ടാലും, എന്തെല്ലാം ദുരന്തങ്ങൾ അവർ കണ്ടാലും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയില്ല. കാരണം അല്ലാഹു സീലി വെച്ചിരിക്കുകയാ. അല്ലാഹു അവരുടെ ഹൃദയം സീലി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കണേ. അല്ലാഹുവിന്റെ കലാം, ആ ഖുർആൻ കേട്ടാൽ അതിനെ നീ പരിഗണിക്കണം. അതിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആനാണ് പാരായണം ചെയ്യുന്നതെന്നുള്ള ഓർമ്മ വേണേ. ഞാൻ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്, ഈ ഓതുന്നത് ഖുർആനാണ്. ആ ഖുർആനിനെ ബഹുമാനിക്കണം, ആ ഖുർആനിനെ ആദരിക്കണം, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അല്ലാഹുവേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഖുർആൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഖുർആൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഭാഗത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഖുർആൻ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ഞാൻ ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധമുണ്ടാകണം. ഞാൻ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ആ ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 12 കഴിഞ്ഞു. അൽഹംദുലില്ലാ, നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചു വന്നിരിക്കുന്നത്, ഇന്നിവിടെ വയലാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പല പ്രവാസികൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് പേര് ഉമ്മയ്ക്ക് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, കുടുംബജീവിതം സന്തോഷത്തിലാകാൻ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത് അൽഹംദുലില്ലാ നമുക്ക് സന്തോഷത്തോടെ പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് കയറിയിരുന്ന് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് കസേര എടുത്തോ, കസേര എടുത്തുനിന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കണോ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആ ചങ്ങായിമാര് കഴിഞ്ഞില്ലേടാ? എന്താ ഇപ്പം അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞില്ലേ? ചങ്ങായിമാരൊക്കെ ഒന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. ബാബാ കയറി അൽഹംദുലില്ലാ. എല്ലാവരും കയറി കഴിഞ്ഞില്ലേടാ മക്കളെ? ആ പോയി കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങടെ പണി നോക്ക്. ദുആ ചെയ്യാൻ പോവാ. ചെറുപ്പക്കാരൊക്കെ ഒന്ന് കയറിക്ക, പുറത്തേക്കാണ് എല്ലാവരും ഒന്ന് കയറിക്കേ.
ആള് കൂടിയാ പാമ്പ് യാവത്തില്ലടാ അനിയ. നീ അങ്ങോട്ടൊന്നും പോലേടാ സഫീറെ, മൈക്ക് നീ അങ്ങോട്ടൊന്നും പോയേക്കല്ലേ. നീടി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായുള്ളൂ. പിള്ളേരുടെ ഇടയിലെങ്കിലും പോയി കയറിയേക്കല്ലേ ഇരി. അവർക്ക് പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും അറിയത്തില്ല. ഇരിക്കും അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ. നീ ബോക്സിന്റെ മുകളിൽ ഇരിക്കുവാണോടാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു മോനെ കരണ്ട തൊട്ടേക്കല്ലേ, ഇത്തിരി പുറത്തിറങ്ങിയിരുന്നു. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പം എൻ്റെ സഹോദര, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പേടിക്കണം. അള്ളാഹു നിന്നെ എഴുതി തെളിയുന്ന അതിനർത്ഥം. അള്ളാഹുവിന് നിന്നെ വേണ്ടടാ. ഉമ്മമാരെ, ഖുർആൻ കേട്ടിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നെ വേണ്ടാന്ന് പറഞ്ഞ അള്ളാഹ് എഴുതി തെളിയുന്ന അതിനർത്ഥം. ഉസ്താദ് ഇരിക്കുന്ന ചോദിച്ചു നോക്ക്. അള്ളാഹു പറയുന്നു, വൈൻ തദഉഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. നീ ചെന്ന് ചോദിക്കുന്നില്ല ഉസ്താദെ ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഉസ്താദെ 15, 18, 20 വയസ്സേ ആയുള്ളൂ എൻ്റെ മോൻ. ഇവനെ എന്തെല്ലാം ഉപദേശിച്ചിട്ട് ഇവൻ നേരെയാകുന്നില്ലല്ലോ. എന്താ ഇവന് പറ്റിയത്? ഇവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ വരും, ഉസ്താദന്മാരെ ബഹുമാനിക്കും, നല്ല രീതിയിൽ നടന്നവൻ ഇവൻ എന്തെങ്ങനെ ആയിപ്പോയി. ഇനി ഇവനെ നന്നാക്കാൻ എന്തേന്ന് അല്ല പറഞ്ഞ എന്താ? എഴുതി തള്ളി. നിന്റെ മോൻ ഏത് കാര്യത്തിനുണ്ട്, ഏത് ആവശ്യമില്ലാത്ത വിഷയത്തിന് മുൻപന്തിയിലുണ്ട്. അടി, വഴക്ക്, ബഹളം, അല്ലെങ്കിൽ ഏത് വൃത്തികെട്ട പരിപാടി, ഏത് കാര്യമാകട്ടെ മുൻപന്തിയിലുണ്ട്. അപ്പം നമ്മൾ ഭയപ്പെടണം. അള്ളാഹു നമ്മളെ എഴുതി തെള്ളിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഖാമിനകത്ത് കിടക്കുന്നതൊരു വലിയ സാധാരണ ആളൊന്നുമല്ല. കിടക്കുന്നത് അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച ഒരു മഹാനാണ് ഈ മഖാമിൽ കിടക്കുന്നത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. അപ്പം അൽഹംദുലില്ലാ, ഈ ഉറൂസിൻ്റെ അവസാനം, പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദുആയ. ഈ ദുആയെക്കാളും വലുതൊന്നുമില്ല. ഈ ദുആ പ്രതീക്ഷിച്ചാണ് എത്രയോ ദൂരം നിന്ന് ആൾക്കാർ വന്നത്, എല്ലാവരും ദുആ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്യല്ലേ, ദുആ ചെയ്യല്ലേ. ചെറിയ ദുആയോ വലിയ ദുആയോ? നല്ല ദുആ അൽഹംദുലില്ലാ, ഇഖ്ലാസോട് കൂടിയുള്ള ദുആ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. ചുമ്മാതെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹു ദുആ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കും. ഇവൻ എന്തിനാ ചെയ്യുന്നത്? 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട. ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപവും പൊറുക്കാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ മതി. എല്ലാ പാപവും പൊറുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറഞ്ഞാൽ മതി? എന്ത് പറഞ്ഞാൽ മതി? ഉറക്കപ്പറ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞ ഈ 12-20 വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവം അള്ളാഹു പുറത്തു തരും. പക്ഷേ അസ്തഗ്ഫിറുല്ലാ ആകണം. അല്ലാതെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ ആ അസ്തഗ്ഫിറുല്ലാ അല്ല. കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം അസ്തഗ്ഫിറുല്ലാ അല്ല. ആ പറയേണ്ട അസ്തഗ്ഫിറുല്ലാ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് കണ്ണ് നിറയണം. നിന്റെ ആ അസ്തഗ്ഫിറുല്ലാ പറയുന്ന സമയം നിന്റെ കണ്ണ് നിറയണം. ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും നിനക്ക് ഓർമ്മ വരണം. എന്നിട്ട് ആ ഇഖ്ലാസോട് കൂടി പറയണം. അപ്പോഴാണ് തൗബ ചെയ്യുന്ന മനസ്സോടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഇഖ്ലാസ്, മനസ്സ് പരിഗണിക്കും, നിയ്യത്ത് പരിഗണിക്കും, ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ അള്ളാഹു പരിഗണിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ചരിത്രം പറയാം. ഒരിക്കൽ വെള്ളിയാഴ്ച ഉസ്താദ് പള്ളിയിൽ പ്രസംഗിക്കുക ജുമായ്ക്ക്. കഥ കേൾക്കാൻ സമയമുണ്ടാവുമോ? കഥ കേൾക്കാൻ സമയമുണ്ടാവുമോ? വെള്ളിയാഴ്ച ഉസ്താദ് ജുമായ്ക്ക് പ്രസംഗിക്കുകയാ അള്ളാഹിനെ കുറിച്ച്. അള്ളാഹ് ആരാണെന്ന് ഇങ്ങനെ പ്രസംഗിക്കുക. എന്നിട്ട് ഉസ്താദ് അവസാനം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. അത് ഏത് പ്രതിസന്ധിയിലും, എത്ര വലിയ വിഷയത്തിന്റെ സമയത്തും ഒരാൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സഹായിക്കുമോ? നിങ്ങൾ എന്താ അള്ളാഹ് സഹായിക്കുമോ? സഹായിക്കുമോ? ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞു. അന്ന് രാത്രി ഒരു കള്ളൻ ഉണ്ടായിരുന്നു ഈ പള്ളി ജുമാസ്കരിക്കാൻ. ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ പള്ളിയിൽ വന്ന ഒരാള് രാത്രി മോഷ്ടിക്കാൻ വേണ്ടി പോയതാണ്.
മോഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ വീട്ടുകാർ എഴുന്നേറ്റു. പിന്നെ പറയണോ? നിലവിളിയായി. നാട്ടുകാർ മുഴുവനും ഉണർന്നു, കള്ളൻ കള്ളൻ കള്ളൻ. അവസാനം കള്ളൻ ജീവനും കൊണ്ടിറങ്ങി ഓടി. നാട്ടുകാർ വിട്ടില്ല, പുറകെ ഓടി. എത്ര ഓടിയിട്ടും നാട്ടുകാർ ആ മനുഷ്യനെ വിടുന്നില്ല. കള്ളനെ പിടിച്ചേ പറ്റൂ. നാട്ടുകാർ മുഴുവൻ ഇയാളുടെ പുറകെ ഓടി. ഇയാൾ ജീവനും കൊണ്ട് ഓടി ഓടി നല്ല ഒഴുകുന്ന ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. മുമ്പിലാണെങ്കിൽ നല്ല ഒഴുക്കുള്ള ആഴമുള്ള ഒരു പുഴ, പുറകിലാണെങ്കിൽ നാട്ടുകാർ മുഴുവനും തല്ലിക്കൊല്ലാൻ വരികയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യന് ഉസ്താദിൻ്റെ ജുമാ പ്രസംഗം ഓർമ്മ വന്നു. അള്ളാഹുവിനോട് ഏത് പ്രതിസന്ധിയിലും ഒരു മനുഷ്യൻ അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. ഈ മനുഷ്യൻ ആ പുഴയുടെ ചാരത്ത് നിന്നിട്ട് കണ്ണടച്ചു പിടിച്ചിട്ട് അള്ളാഹിനോട് പറഞ്ഞു, ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ, ഞാൻ സമ്മതിച്ചു. ഇത്രയും നാള് ഞാൻ ചെയ്തത് പാപവാ, സമ്മതിച്ചു. അല്ല, ഇനി ഒരു കാലത്ത് ഞാൻ ഈ പണിക്ക് നിൽക്കൂല, നിർത്തുകയാ. ഉസ്താദ് പറഞ്ഞ ഒറ്റ വാക്ക്, ഏത് പ്രതിസന്ധിയിലും നിന്നോട് സഹായം ചോദിച്ചാൽ നീ സഹായിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞു. പടച്ചവനെ, ഞാനതിൽ വിശ്വസിക്കുന്നു. അല്ലാ, നീ ഇവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങി റോഡിൽ കൂടെ നടന്നു പോകുന്നത് പോലെ ഈ മനുഷ്യൻ നടന്ന് അക്കരയിൽ പോയി. ഇദ്ദേഹം പിറ്റേ ദിവസം പള്ളിയിലെ ഇമാമിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് സത്യമാ, നിങ്ങൾ പറഞ്ഞത് സത്യമാ. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പുഴയുടെ ചാരത്ത് ചെന്ന് അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ട് ഞാനങ്ങോട്ട് നടന്നു, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അക്കരെ പോയി. ഉസ്താദിനോട് ഇത് പറഞ്ഞിട്ട് കള്ളനങ്ങ് പോയി. ഉസ്താദിനാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത പ്രയാസം. എന്താ അല്ലാ ഇത്? പടച്ചവൻ, ഒരു കള്ളൻ ഇങ്ങനെ പറ്റുമെങ്കിൽ പിന്നെ എൻ്റെ കാര്യം എന്തായിരിക്കും? ഉസ്താദ് ആരുമില്ല. വൈകുന്നേരമായപ്പോൾ ഉസ്താദ് നേരെ പുഴയുടെ ചാരത്ത് പോയി. എന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാനും ഇറങ്ങുക, പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് ഇറങ്ങിയതും വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ അക്കരയിലും പോയി. എന്തേ കാരണം? എന്തേ കാരണം? ആ കള്ളം പറഞ്ഞത് പ്രതീക്ഷ വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞു. ഉസ്താദ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ ആ ദുആയും നമ്മൾ അള്ളാഹു നമുക്ക്, ഞാൻ ചോദിക്കുന്നത് എൻ്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്താൽ ആ ദുആ ഒരിക്കലും തള്ളപ്പെടില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ, സിറാജിൻ്റെ മുമ്പിൽ വന്ന് വല്ലതും താന്നു പറഞ്ഞാൽ ഞാൻ ചിലപ്പം കണ്ണടച്ചേക്കും. അള്ളാഹ് അങ്ങനല്ല, ആര് ചോദിച്ചാലും എന്തെങ്കിലും കൊടുക്കും. വെറുതെ മടക്കാൻ അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു നല്ലൊരവസരം, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു നല്ല ചാൻസ്, അടുത്ത ഉറൂസിൽ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല, അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. ഈ മഖാമിൽ കിടക്കുന്ന മഹാനവറുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ രാവിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൈനീട്ടിയാൽ ഒരിക്കലും അത് വെറും കൈയോടെ മടക്കൂല. അള്ളാഹ് ഉറപ്പായിട്ടും റബ്ബ് നമ്മൾ ചോദിക്കുന്നത് തരും. അതുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കുക. കിട്ടിയ ചാൻസ് അത് എപ്പോഴൊന്നും കിട്ടൂല. കിട്ടുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു, മൂസ, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? മൂസാ നബിയുടെ കയ്യിലിരിക്കുന്നത് ഒരു വടിയ. അള്ളാഹിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അള്ള ചോദിച്ചു, മൂസ, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? മൂസാ നബി പറഞ്ഞാൽ മതി, വടിയ അല്ലാന്ന്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു വടിയാന്ന് പറഞ്ഞാൽ മതി. ഉടനെ മൂസ എന്ത് പറഞ്ഞു? ഇതൊരു വടിയാണ് പടച്ചവനെ, ഇതുകൊണ്ട് ഞാൻ ആടുകളെ മേയ്ക്കും, ഇതുകൊണ്ട് ഞാൻ ഇലകൾ പറിക്കും. അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരം മൂസാ നബി ഉപയോഗപ്പെടുത്തി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹിനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ വടിയാണെന്ന് പറഞ്ഞാൽ മതി. മൂസാ നബി വടിയുടെ സിഫത്ത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അള്ളാഹിക്ക് അറിയാത്ത പോലെ, ഈ വടി കൊണ്ട് എനിക്ക് ആടുകളെ മേയ്ക്കാൻ പറ്റും, എനിക്കിതുകൊണ്ട് ആടുകൾക്ക് തീറ്റ മരത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും, ഈ വടിയുടെ ഇത് പ്രകാശിക്കും. മൂസാ നബി വടിയുടെ സിഫത്തുകൾ നബിത അള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അള്ളാഹിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അത് നിർത്താൻ മൂസാ നബിക്ക് ഇഷ്ടമായില്ല, അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇതുപോലെ റബ്ബ് നമുക്കൊരു ചാൻസ് തരികയാ. മക്കളെ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, അടുത്ത കൊല്ലം ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്ത്, തൗബ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്യല്ലേ, ദുആ ചെയ്യല്ലേ, പറ ദുആ ചെയ്യല്ലേ, ദുആ ചെയ്യാം. അപ്പം നല്ലപോലെ ദുആ ചെയ്യല്ലേ. നല്ലപോലെ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തൗബ തൗബ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന സാധനമൊന്നുമല്ല. തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പടച്ചവനെ കള്ളു കുടിച്ചല്ല നീ പൊറുത്താന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലാഹ് വ്യഭിചരിച്ചല്ല പുറത്ത് അല്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? അങ്ങനല്ല.
തൗബ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അതിന് ചില സിഫത്തുകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കുമോ? പെണ്ണുങ്ങൾക്ക് ഒരു ചരിത്രം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു ചരിത്രം പറയട്ടെ, ഇരിക്കുമോ? അതോ മതിലിനക്കരയിൽ അടിയിലാണോ? അത് കിട്ടേണ്ടവന് കിട്ടി, പോകേണ്ടവൻ പോയി, അതിൻ്റെ കൂടെ കുറേ എണ്ണവും പോയി. അള്ളാഹു കാത്തിരിശുകുമാറാകട്ടെ. അതാ അതിൻ്റെ കൂടെ കുറേ അങ്ങ് പോയി. ആരോ 2 കുട്ടികൾ വന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് വാങ്ങിച്ചത് തീർന്നു. പകുതി ഇറങ്ങി പൊക്കളഞ്ഞു. എടാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഓടി. അള്ളാഹു ആ പാവങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ സ്വർഗത്തിൽ എല്ലാവരും പോവോ? സ്വർഗത്തിൽ എല്ലാവരും പോവോ? ഇല്ല, അവിടെ ന്യൂനപക്ഷവാ. അവിടെയും കുറഞ്ഞു പേരേ പോകൂ. ആ കുറഞ്ഞവരിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും പിരിവ് തുടങ്ങുമ്പോൾ ഇതിലും കുറച്ചുകൂടെ പോകും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഞാൻ എങ്ങാനും പിരിവ് ചോദിക്കുമ്പോൾ ഇതിലൊക്കെ തിരിക്കുന്ന പകുതിയും പോവും. അവസാനം ദുആ ചെയ്യണ സമയത്ത് ആ ആറ്റി ഇങ്ങനെ മണലരിക്കണ പോലെ അരിച്ചരിച്ചരിച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള കുറച്ചേ കാണത്തുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവാ. നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ പരിസരത്തൂടെ ഇങ്ങനെ നടന്നുപോയി. ഒരു വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സഅലബ മനുഷ്യനല്ലേ, ചെറുപ്പക്കാരനല്ലേ. ആ പെണ്ണിങ്ങനെ കുളിക്കുന്നത് കണ്ടപ്പോൾ സഅലബ ഇങ്ങനെ നോക്കി. ആ പെണ്ണിനൊന്നും കാണുന്നില്ല. ഓളിങ്ങനെ അങ്ങ് കുളിക്കുക. ഈ ചങ്ങാതി ഇങ്ങനെ നോക്കി അവിടെ നിന്നു. ആ നോട്ടം ഒരുപാട് സമയം അങ്ങ് നീണ്ടുപോയി. സാധാരണ നോട്ടമല്ല. കുളിച്ചുകൊണ്ടിരിക്കുന്ന സഅലബ ഇങ്ങനെ ആ പെണ്ണിനെ ഇങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബ ചിന്തിക്കുന്നത്, പടച്ചോനെ അല്ലാ, ഞാൻ എന്താ അല്ലാ ചെയ്തേ? നബിതങ്ങളുടെ സഹാബിയായ ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ. റബ്ബേ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ റബ്ബേ, പാവം ചെയ്തു പോയല്ലോ റബ്ബേ, ഇനി എന്താ ഞാൻ ചെയ്യാ അല്ലാ? റബ്ബേ, എന്റെ ദുനിയാവ് ആഖിറവും പോയി, ഇനി ഞാൻ നരകത്തിലല്ല. ഈ സഅലബ ഇനി ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. സഅലബ ഇനി നരകത്തിന്റെ അവകാശിയാ. സഅലബ അങ്ങോട്ട് കരയാൻ തുടങ്ങി. സങ്കടം എന്തെന്നറിയോ? ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഈ കണ്ണുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ നബിതങ്ങളെ നോക്കും? റസൂലുള്ളാഹി തങ്ങൾ എന്തായാലും മുത്തുനബി അറിയത്, ഞാൻ എങ്ങനെ ഈ കണ്ണുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? റസൂലുള്ളാഹി തങ്ങളെ ഞാൻ എങ്ങനെ നോക്കും? സഅലബ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഒരൊറ്റ ഓട്ടം മരുഭൂമിയിലേക്ക് ചെന്നു. പഴുത്ത് കിടക്കുന്ന മണ്ണ് വാരി ശരീരത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. പ്രാന്ത് പിടിച്ചവനെ പോലെ സഅലബ ഇങ്ങനെ ഓടാ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല. സഅലബയെ പിന്നെ ആരും കണ്ടിട്ടില്ല. നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. മരുഭൂമിയിലൂടെ, മലഞ്ചെരിവിലൂടെ സഅലബ ഇങ്ങനെ കരഞ്ഞ് നടക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസം കഴിഞ്ഞു. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട സഅലബയ്ക്ക് അള്ളാഹു പുറത്തു കൊടുത്തെന്നൊന്ന് പറഞ്ഞേക്കണേ നബിയെ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, 7 ആകാശവും കിടന്നിട്ട് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ, ജിബ്രീലേ, നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് നീ പറയണം സഅലബയ്ക്ക് അള്ളാഹു പുറത്തു കൊടുത്തെന്ന്. അള്ളാഹു പറഞ്ഞു വിടണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും, എത്ര തൗബ ചെയ്തിട്ടുണ്ടാകും, എത്രയാ സഹാബി അള്ളാന്റെ മുമ്പിൽ കിടന്ന് തൗബ ചെയ്തിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ വന്നു പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തു. അള്ളാഹുവിന്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, സഅലബ എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഅലബ എവിടെ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കാണാനില്ല നബിയേ, ആഴ്ചകളായി നബിയേ, എവിടെയാണെന്നറിയില്ല നബിയേ, എന്തു പറ്റിയെന്നറിയില്ല നബിയേ. അള്ളാന്റെ റസൂൽ ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാൻ തങ്ങളെ വിളിക്കുകയാ. 2 സ്വഹാബികളെ വിളിച്ചിട്ട് പറയുന്നു, എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം, എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരയുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയതാണ്. മദീന
മുഴുവനും തെരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് നോക്കി സഅലബാനെ കാണാനില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ മലഞ്ചെരിവിന്റെ ഭാഗങ്ങളിലൂടെ നടക്കുകയാണ്. പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അതാ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ഇങ്ങനെ ചൂട് സഹിക്കാൻ കഴിയാതെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരാട്ടിടയനായ മനുഷ്യനെ കാണുന്നത്. ആടുമേയ്ക്കുന്ന ഒരാളെ കാണുകയാണ്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബയെ കണ്ടിട്ടുണ്ടോ? ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബയാണോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഇന്ന സ്ഥലത്ത് ഞാൻ ആടുമായി പോയപ്പോ ഇന്ന മലഞ്ചെരിവിന്റെ ഭാഗത്ത് ഞാൻ ആടുകളുമായിട്ട് പോയപ്പോ എല്ലും തോലുമായ മുടിയൊക്കെ ജട പിടിച്ച ഒരു ചെറുപ്പക്കാരൻ മണ്ണിനകത്ത് കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തിരക്കുന്ന മനുഷ്യനാ ചെറുപ്പക്കാരനായിരിക്കാം. ഉമർ തങ്ങളോട് അടയാളം പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും കൂടെ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത അടയാളം വെച്ചുകൊണ്ട് മലഞ്ചെരിവിലേക്ക് ചെല്ലുമ്പോ ഉച്ച കഴിഞ്ഞു വൈകുന്നേര സമയമായി. സഅലബ ഇറങ്ങി വരികയാണ്. എല്ലും തോലുമായി വസ്ത്രങ്ങൾ കീറി മുറിഞ്ഞ് അതാ പടച്ചവനെ ഒരു പ്രാന്തനെ പോലെ സഅലബ ഇറങ്ങി വരികയാണ്. മണ്ണിൽ വന്ന് കിടന്നിട്ട് മണ്ണുവാരി, പഴുത്ത മണ്ണുവാരി ശരീരത്തിലിടുകയാ. വെയിൽ കൊണ്ട് പഴുത്തു കിടക്കുന്ന മണലുവാരി തന്റെ ശരീരത്തിലിട്ടിട്ട് സഅലബ പറയുന്നു, അല്ലാ, നരകത്തിന്റെ ചൂടെനിക്ക് താങ്ങാൻ പറ്റില്ല അല്ലാ. ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ. അല്ലാഹുവേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, എന്ന് പറഞ്ഞുകൊണ്ട് പടുത്തു കിടക്കുന്ന തിളച്ചു കിടക്കുന്ന മണലിനകത്ത് കിടന്ന് സഅലബ നിലവിളിക്കുകയാണ്. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബ. മുത്തുനബി വിളിക്കുന്നു, സഅലബ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബ. നബി തങ്ങളുടെ പേര് പറയുമ്പോ, റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നെന്ന് പറയുമ്പോ സഅലബ വല്ലാതെ കരയുകയാണ്. ഞാൻ വരൂല ഉമറേ, നിനക്കറിയില്ല ഉമറേ, ഞാൻ ചെയ്ത പാപം എന്താണെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ ഞാൻ വരൂല. അവിടെ പറഞ്ഞു, സഅലബ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. സഅലബ, എന്റെ കാലില് ചങ്ങല കെട്ടിയിട്ട് വേണമെങ്കിൽ വലിച്ചിടച്ചു കൊണ്ടുപോ, ഞാൻ നടന്നു വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല, നിന്നെ കൊണ്ടുപോകും. അവസാനം സഅലബ പറയുകയാ, എങ്കിൽ ഞാൻ വരാ തയ്യാറാണ്, പക്ഷേ നമസ്കരിക്കുന്ന സമയത്തെ ഞാൻ വരൂ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്ന സമയത്തെ ഞാൻ വരൂ. ഉമർ തങ്ങൾ സമ്മതിക്കുകയാണ്. അങ്ങനെ പടച്ചവനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കാൻ സമയമായി. മദീനത്തു മസ്ജിദ് നബവിയിലേക്ക് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സഅലബയെ കൊണ്ടുവരികയാണ്. എല്ലാവരും നിസ്കരിക്കാ പള്ളിക്കകത്ത് കയറി. ഉമർ തങ്ങളും അതാ സൽമാൻ തങ്ങളും മുതുവെടുത്ത് കയറി. സഅലബയും മുതുവെടുത്ത് കൊണ്ട് നിസ്കരിക്കാൻ വരികയാണ്. പള്ളിക്കകത്തേക്ക് കയറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ, കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
ഈ ആയത്തങ്ങ് കേട്ടപ്പോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അല്ല പറയുന്ന ഒറ്റ ആയത്ത് കേട്ടപ്പോ നിലവിളിച്ച് താഴെ വീണു. ചെറുപ്പക്കാരാ, സഅലബ നിലവിളിച്ചുകൊണ്ട് താഴെ വീണടാ. നമസ്കാരം കഴിഞ്ഞു, മുത്തുനബി കടന്നു വന്നു. സഅലബയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. നബി തങ്ങൾ ചോദിക്കുന്നു, എന്ത് കോലമാ സഅലബ? എവിടെയായിരുന്നു സഅലബ? നീ എവിടെയായിരുന്നു സഅലബ? അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സഅലബ. നിന്റെ വീട്ടുകാര് നിന്നെ കാണാനിട്ട് വല്ലാത്ത ടെൻഷനാണ്. നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാറ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, 7 രാത്രികൾ കഴിഞ്ഞു. 8ാമത്തെ ദിവസമായപ്പോ സൽമാനുൽ ഫാരിസി ഓടി വരുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. ഉറക്കമില്ല നബിയേ, 8 ദിവസമായിട്ട് ഉറക്കമില്ല നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ഞാൻ സമാധാനിപ്പിച്ച് വിട്ടതല്ലേ? ഉറങ്ങുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കുന്നില്ല നബിയേ, രാവും പകലും കരച്ചലാ നബിയേ. നരകത്തിലാ, ഞാൻ നരകത്തിലാ. അല്ലാഹുവേ, ഇത് പറന്നുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മരിക്കാ സമയമായി നബിയേ. സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. മുത്തുനബിയോട് പറഞ്ഞു ഒന്ന് വരാറ്, സഅലബയെ കാണാറ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബ നബി തങ്ങളെ കാണാൻ പോയി. ചെറുപ്പക്കാരാ, അല്ലാഹുവേ, കടന്ന് പിടയുകയാ, കടന്ന് പിടയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചാരത്തു ചെന്നിരുന്നു. സഅലബയുടെ തല പിടിക്കുകയാണ്, സഅലബയുടെ തല പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മടിയിലേക്ക് വെച്ചു. സഅലബയുടെ തല പൊക്കിയിട്ട് മടിയിലേക്ക് വെച്ചു. സുബ്ഹാനല്ലാഹ്, സഅലബ തല വലിക്കുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ച തല വലിച്ചങ്ങ് താഴെയിടുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ, മുത്തുനബിയുടെ മടിയിൽ നിന്ന് തലവടിച്ച് താഴെ വലിച്ച് താഴേക്കിട്ട സഅലബയോട് നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കിഷ്ടമായില്ലേ സഅലബ? എന്റെ മടിയിൽ തല വെച്ചത് നിനക്കിഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കും സഅലബ, എന്റെ മടിയിലൊന്ന് തലവെക്കാ, ഞാൻ അവരുടെ ശരീരത്തിലൊന്ന് തൊടാറ്. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും ഞാനൊന്ന് തൊടാൻ, ഞാനൊന്ന് വരാൻ. ഞാൻ നിന്റെ ചാരത്ത് വന്നിട്ട് എന്റെ കൈ കൊണ്ട് നിന്റെ തലയെടുത്ത് എന്റെ മടിയിൽ വെച്ചപ്പോ നീ വലിച്ച് തറയിലേക്ക് ഇടുന്നല്ലോ സഅലബ. ഇഷ്ടമില്ലേ സഅലബ? ഇഷ്ടമായില്ലേ സഅലബ? സഅലബയുടെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, വല്ലാത്ത ഇഷ്ടമാ നബിയേ. ഏതൊരു മനുഷ്യനും കൊതിക്കും നബിയേ. അതൊക്കെ വലിയ ഭാഗ്യമാണ് നബിയേ, അതൊക്കെ വലിയ ഭാഗ്യമാണ് നബിയേ. പക്ഷേ എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാ ഈ സഅലബയ്ക്ക് അർഹതയില്ല നബിയേ. ഈ തറയിൽ കിടന്നു ഞാൻ പിടയുമ്പോ, ഈ തറയിൽ കിടന്നു മരണവേദന കൊണ്ട് ഞാൻ കിടന്ന് പിടയുന്ന സമയത്തെങ്കിലും എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നാലോ, എന്റെ റബ്ബനോട് കരുണ കാണിച്ചാലോ. അതുകൊണ്ടാണ് തല പിടിച്ച് താഴെ ഇട്ടതെന്ന് പറയുമ്പോ വഅദ കേൾക്കാമെന്നിരിക്കുന്ന അല്ലാഹുവിന്റെ വലിയന്റെ ഉറൂസിന്റെ അവസാന രാത്രി ഈ മസ്ജിദിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ഇതിനാ തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. പടച്ചവനെ ഇതുപോലെ റബ്ബിനോട് ചോദിക്കാൻ കഴിഞ്ഞാൽ റബ്ബേ അല്ലാഹു നമ്മുടെ പാപം പൊറുക്കുമടോ. പക്ഷേ പെങ്ങളെ, അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സ് നമുക്കില്ലാതെ പോയല്ലോ. കാരണം നമ്മുടെ ഹൃദയം കരിമ്പാറയെ പോലെ കല്ലായിരിക്കുകയാ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും കറുത്ത ഒരു പുള്ളി വീഴുകയാണ്.
അങ്ങനെ പുള്ളി വീണ് 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 നമ്മുടെ ഹൃദയം കറുത്തുപോയടോ, നമ്മുടെ ഹൃദയം മരിച്ചുപോയടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു തരുന്ന അവസരമാ, പാഴാക്കല്ലേ ഉമ്മാ. നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയത് മുഴുവനും ഓർമ്മ വരട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയാറ്, ചെയ്തത് മുഴുവനും വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും ആരും അറിയാതെയും അറിഞ്ഞും രഹസ്യമായി പരസ്യമായി ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ മനസ്സിലേക്ക് അല്ലാഹുവേ സർവ്വതും ഒന്ന് ഓർമ്മ വരട്ടെ. പൊറുക്കന്റെ പാപം. എന്നിട്ട് അല്ലാഹുവോട് പറയണം, നിന്റെ ഹൃദയത്തിലേക്ക് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഓർമ്മ വരണം. അല്ലാഹുവോട് പറയണം, പാപങ്ങൾ ഓരോ നിന്നി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിന്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാ എവിടെയും നീ കരയടേ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും സെക്സ് കണ്ടതും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തത് മുഴുവനും നിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരണം. നിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരണം. എല്ലാം ഓർത്തു വെച്ചിട്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പിടിച്ച് പൊറുക്കന്റെ പാപം സ്വയ്യദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറഞ്ഞോ മക്കള്, അല്ലാഹുവോട് പറഞ്ഞോ പെങ്ങള്, അല്ലാഹുവോട് തൗബ ചെയ്തോ വാപ്പാ. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കോ, നഷ്ടപ്പെടുത്തല്ലേ, പരാജയപ്പെടല്ലേ. ഖസറ ദുനിയാ വല്ലാഖിറ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യമെന്താ? അത് അല്ലാഹുവിന്റെ കലാമാ, അത് അല്ലാഹുവിന്റെ കലാമാ. ഖുർആനാണ്, ഖുർആനാണ്. ആ ബോധം നിനക്കുണ്ടാകണേ. ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണെന്നുള്ള ബോധം അത് ഓതുന്നവരുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ബോധത്തോടുകൂടി ഖുർആൻ ഓതാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ആ ഖുർആൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആ ഭാഗ്യവാന്മാരിൽ, ആ ഭാഗ്യവതികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം 11:12 ഇപ്പം നമുക്ക് വിടുവാണെങ്കിൽ 1 മണിക്കെങ്കിലും ഇവിടുന്ന് പിരിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും ഒക്കെ അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം പഴയതുപോലൊന്നും ആയിട്ടില്ല. ഡോക്ടർമാർ സർജറിയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ദുആയിൽ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്തവരുണ്ട്. ഈ മഖാമിൽ വന്നിട്ട് എനിക്ക് വേണ്ടി പട്ടിട്ട ഉമ്മമാരുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്, എല്ലാവരുടെ ദുആയിൻ്റെ ബലത്തിൽ ഞാനിങ്ങനെ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ഇപ്പോൾ തന്നെ 3ാമത്തെ 4ാമത്തെ പ്രസംഗം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അൽഹംദുലില്ലാഹ് ഒരുപാട് പരിപാടികളൊന്നും ഇല്ല, ചെറിയ ചെറിയ പരിപാടികൾ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നാളെ മംഗലാപുരത്തൊരു വയലുണ്ട്. സമയമുള്ളവരൊക്കെ ഒന്ന് കേൾക്കണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ എല്ലാവരും വയലുകളൊക്കെ കേൾക്കുക ഇൻഷാ അല്ലാഹ്. ജനുവരിയിൽ നിങ്ങളുടെ മാണിക്കൂത്ത് എൻ്റെ തറവാടാണ്. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത് മാണിക്കൂത്ത്. അൽഹംദുലില്ലാഹ്, മാണിക്കൂത്ത് ഉറൂസിൽ ഇൻഷാ അല്ലാഹ് ജനുവരിയിലുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാവരും പരിപാടികൾ പങ്കെടുക്കുകയും അതിനപ്പുറം
ആഫിയത്തിനും ആരോഗ്യത്തിനും. അൽഹംദുലില്ലാഹ് ദീനിൻ്റെ ദഅവത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാനും 5 നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ഇബാദത്തിന് തടസ്സം വരരുത്. എനിക്ക് ഏറ്റവും വിഷമം വന്നത്, ഞാൻ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത വേദന. അപ്പോഴാണ് ഓർക്കുന്നത്, പടച്ചവന് ജുമായും കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ. എടാ, പള്ളിയിൽ വെള്ളിയാഴ്ച പോലും ജുമയ്ക്ക് പോകാതെ, ജുമാക്ക് പോലും പോകാതെ കറങ്ങി നടക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, സുഖമില്ലാതെ. സത്യം പറഞ്ഞാൽ ആ ളുഹറിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നു. ആരോഗ്യമുള്ള കാലത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അവനവനവനവൻ്റെ ശരീരങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്യല്ലേ. ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം ഇവർ വിളിക്കുവാണെങ്കിൽ വരാം. ഇൻഷാ അള്ളാഹ് അടുത്ത കൊല്ലം വിളിക്കുമായിരിക്കില്ലേ? അടുത്ത കൊല്ലം വിളിക്കുവാണ്. അവസാന ദിവസമൊന്നും വേണ്ട, ആൾക്കാരൊക്കെ വയത് പറയാൻ പറ്റുന്നൊരു ദിവസം മതി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കൂടാൻ ആയുസ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യല്ലേ. ഒരുപാട് പേരുടെ ദുആ വസീയത്തൊക്കെ ഉണ്ട്. പിരിവല്ലോ ഉണ്ടോ? ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 22 മക്കൾ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. എത്ര കുട്ടികളുണ്ട്? മൊത്തം എത്ര കുട്ടികൾ? 22 കുട്ടികളുണ്ട്. എത്ര കുട്ടികൾക്കായി? 5 കുട്ടികളുടെ ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ആരാണോ ആ 5 മക്കളെ ഏറ്റെടുത്തത്, റഹ്മാനായ അള്ളാഹ് നീ അവരെ ഏറ്റെടുക്കണേ പടച്ചോനെ. അള്ളാഹു നീ അവരെ ഏറ്റെടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അള്ളാഹ് എത്രയോ പൈസ വെറുതെ കളയുന്നതും, നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു. എണ്ണ അടിച്ച് എത്ര കളയുന്നു, റീചാർജ് ചെയ്ത് എത്ര കളയുന്നു, തിന്ന് കളയുന്നു. ഇതൊന്നുമല്ലടോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 22 മക്കൾ ഇവിടെയുണ്ട്. നിന്റെ മോനെ ഹാഫിളായില്ല, നിനക്കേ ആകാൻ പറ്റിയില്ല. എടാ പടച്ചവനെ, ഒരു ഹാഫിളിൻ്റെ ഒരു വളർത്തു മകനെയെങ്കിലും എടുത്തൂടെ? ഒരു വളർത്തു മകനെയെങ്കിലും എടുത്തൂടെ? പെങ്ങളെ, അരപ്പവൻ്റെ പൈസയല്ലേ ഉള്ളൂ ഒരു കുട്ടിക്ക് ഒരു വർഷം ഭക്ഷണം കഴിക്കാനുള്ള പൈസ. നിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരത്തിൻ്റെ പൈസയല്ലേ ഉള്ളൂ. ഈ ഹാഫിളിൻ്റെ ഉമ്മയാകാൻ കിട്ടുന്ന ഭാഗ്യം എത്ര വലുതാ ഉമ്മ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ഉസ്താദെ ഞാനുണ്ടെന്ന് പറയാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോനെ ഹാഫിളാക്കണമെന്ന്. അള്ളാഹു എൻ്റെ പൊന്നു മോനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ മോനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അവൻ ഓരോ ജുസ് പഠിക്കുമ്പോഴും ഞാൻ ഓടിപ്പോകും. ഇന്നലെ എൻ്റെ മകനെ ഞാൻ കാണാൻ പോയി. എനിക്ക് പിരിയാൻ വയ്യാത്തതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോഴും ഞാൻ എൻ്റെ മോനെ കാണാൻ പോകും. ഓരോ ദിവസവും ഞാൻ ഉസ്താദിനോട് വിളിക്കുമ്പോൾ പറഞ്ഞു 2 ആയി, 2.5 3 ഇന്നെൻ്റെ 3 യൂസ് പൂർത്തിയായി. അള്ളാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹാഫിളാക്കി തരുമാറാകട്ടെ. ഒരു ദിവസം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും നമ്മളുടെ മക്കളെ ഹാഫിളാവണം. അതൊക്കെ കാണാനൊരു ആഗ്രഹമാടോ. ഹാഫിളായ എന്താ ചങ്ങാതി, 40 പേരെ അവന്മാർ കൊണ്ടുപോകില്ലേ? അതാ ചിന്തിക്കണ്ടേ. എടാ, ഒരു മകൻ ഹാഫിളായാൽ അവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമല്ലോ. അതുപോരെ? ഒരു കുടുംബത്തിൽ ഒരാൾ പോരെ, ഒരു വീട്ടിൽ ഒരാൾ പോലെ. എൻ്റെ മോൻ സിനാൻ ഹാഫിളായ അവൻ കൊണ്ടുപോലെ ഞങ്ങളൊക്കെ. അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താ? നമ്മുടെ കുടുംബത്തിലൊരു ഹാഫിള് വേണം. ഉസ്താദ് മോനാകണമെന്നില്ലല്ലോ, വല്ലവൻ്റെ മോനെ എങ്കിലും എടുത്ത് വളർത്തുമ്മ. ഇവിടെ പഠിക്കുന്ന ഒരു മോനെ നീയല്ലേ ഒരു വർഷം ഭക്ഷണം കൊടുത്തത്? ഒരു വർഷം അവൻ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം കൊടുത്തു. 39 പേരെ അവൻ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ. നിന്നെ അവൻ മറക്കുവോ? നിങ്ങളെ അവൻ മറന്നുപോവോ? എടാ, കള്ളും കഞ്ചാവും തമ്മിലടിയും. പടച്ചവന് ഓരോ മക്കളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടാ? വാപ്പ തന്നെ അവനെ കാണുമ്പോൾ സങ്കടം. അല്ല, അവനെന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇന്ന് നമ്മൾ വളർത്തുന്ന മക്കളെ കാണുമ്പോൾ ഉപ്പായിക്ക് തന്നെ സങ്കടം, ഉമ്മായിക്ക് തന്നെ പറഞ്ഞ അനുസരിക്കത്തിലൂടെ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഉമ്മാനെ ചീത്ത വിളിക്കും, വാപ്പാനെ തല്ലാൻ പോകും. ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നു. വല്ല ഉപകാരമുണ്ടോ? കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയി. പക്ഷെ ഈ മക്കൾക്ക് നീ ആഹാരം കൊടുത്താൽ ആ 39 പേര് 40 പേരിൽ ഒരാൾ നീയാ ഉമ്മ, നീയാ ഉപ്പ. ഓൻ ഖുർആൻ പഠിച്ചവനല്ലേ. ഖുർആൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഓതാൻ പറ്റുമോ? ഇല്ല. കാരണം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക്. ഞാൻ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയും എൻ്റെ പള്ളിയിൽ ഒരു ഹിഫ്ള് കോളേജ് കുട്ടികളുണ്ട് പഠിക്കുന്നത്. അപ്പോൾ കുരുത്തക്കേട് കാണിക്കും.